أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفوز الكبير. ആദരണീയനായ അധ്യക്ഷൻ അസ്ലം സാഹിബ്, ബഹുമാനപ്പെട്ട ഉദ്ഘാടകർ നിതിൻ സാഹിബ്, ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കൾ, വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യാൻ സന്നദ്ധമായിക്കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഒരുക്കങ്ങളെക്കുറിച്ചുമുള്ള ആലോചനകൾ, ചിന്തകൾ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ഭൗതികമായ തയ്യാറെടുപ്പുകളാണ്. വീടുകൾ വൃത്തിയാക്കുക, മറ്റ് പള്ളികൾ വൈറ്റ് വാഷ് ചെയ്യുക, അങ്ങനെ തുടങ്ങി വീടും പരിസരവും പള്ളിയും പരിസരവും ഒക്കെ ഒരു റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി സന്നദ്ധമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കാറുണ്ട്. നമ്മുടെ സഹോദരിമാർ അതിന് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. ആ നിലക്ക് ശുചിത്വത്തിനും വൃത്തിക്കുമൊക്കെ ഇസ്ലാം നൽകിയിരിക്കുന്ന പ്രാധാന്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഭൗതികമായി നമ്മൾ അതിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ ആത്മീയമായി നാം അതിന് എത്രമാത്രം സന്നദ്ധമായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പരിശോധിക്കുവാനുള്ളത്. വളരെ ലളിതമായി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഷാബാൻ 15 ആയപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ ഭാര്യമാരും നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഉമ്മമാരും ഒക്കെ പറയുന്ന കാര്യം ഇനിയും 2 നോമ്പ് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ റമദാനിൽ അവരുടെ ശാരീരികമായ പ്രത്യേകതകൾ അനുസരിച്ച് കൊണ്ട് ഒഴിവാക്കിയിട്ട് വന്ന 6 or 7 ദിവസത്തെ നോമ്പിൽ 11 മാസം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ 10 മാസം കഴിഞ്ഞിട്ടും ഇനിയും 2 നോമ്പ് നോറ്റ് വിട്ടാൻ ബാക്കിയുണ്ട് എന്നാണ് നമ്മുടെ വീടുകളിൽ നിന്ന് പലപ്പോഴും നമ്മുടെ സഹോദരിമാരൊക്കെ പറയുന്നത് കേൾക്കാറുള്ളത്. ഞാനിത് സൂചിപ്പിച്ചത് അവരെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഇത്രയും സമയവും സന്ദർഭവും ഉണ്ടായിട്ടും നമ്മുടെ നോറ്റ് വീട്ടാനുള്ള നോമ്പ് പോലും നോറ്റ് വീട്ടാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത് പലപ്പോഴും ഷാബാൻ, ഒന്നുകിൽ ഷാബാൻ ആയതിനു ശേഷം അല്ലെങ്കിൽ ഷാബാൻ 15 ശേഷമൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. മറ്റൊരു ചിന്ത, കഴിഞ്ഞ 2 റമദാനുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. കൊറോണ രോഗവും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും കാരണം പള്ളികൾ അടച്ചിടേണ്ടി വന്നു, ജുമുഅകൾ നിർത്തിവെക്കേണ്ടി വന്നു, ജമാഅത്തിന് ആളുകൾ കൂടാൻ സാധിക്കാതെ വന്നു. ഇതിനൊക്കെ വലിയ പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. നമുക്കൊരു റമദാനിൻ്റെ ഒരു ആഹത്ത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 റമദാനും ലഭിച്ചിട്ടില്ല. കാരണം അത്രയും പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ കൊറോണയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് റമദാൻ കടന്നുപോയത്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഏതായാലും ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ റമദാനിൽ എത്തിപ്പെടാനും യാതൊരു പ്രയാസങ്ങളും കൂടാതെ കഴിഞ്ഞ 2 റമദാനിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊന്നും ഇല്ലാതെ പള്ളികളൊക്കെ തുറന്നിരിക്കാൻ നമ്മളെപ്പോഴും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാണ്. പക്ഷെ നമ്മളിവിടെയൊക്കെ കാണുന്ന എന്ത് അനുഭവിക്കേണ്ടി വന്നാലും ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ഇനിയും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതാനും ആളുകൾ സൂചിപ്പിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പൊതുവെ മാനവ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി തോന്നുന്ന കാര്യമാണ്.
2 വർഷക്കാലം കൊറോണയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. അല്പം ആശ്വാസം ലഭിച്ചപ്പോൾ നമ്മൾ നോക്കും, ബാക്കി പല രംഗവും സജീവമായി. ഇപ്പം വിവാഹ രംഗമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പൂർവാധികം ശക്തിമായിട്ടാണ് തിരിച്ചു വന്നത്. കാരണം അതിനേക്കാൾ കൂടുതൽ ആളുകൾ ക്ഷണിക്കുക, ആർഭാടം, ദൂർത്ത്, പൊങ്ങച്ചം, മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം അനാചാരങ്ങളാണ്. അപ്പോൾ ചെറിയൊരു ആശ്വാസം ഇതിൽ ലഭിച്ചപ്പോഴേക്കും അത്തരത്തിലെല്ലാം നമ്മൾ തുടങ്ങി. 5 ആളെ വെച്ച് നിക്കാഹ് നടത്തേണ്ട അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. 20 ആളുകളെ വെച്ച് കല്യാണം കഴിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നത് ഒരു മാറ്റവും ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടായില്ല. ചെറിയൊരു ആശ്വാസം ലഭിച്ചപ്പോഴേ നമ്മൾ പഴയതിനേക്കാൾ മോശമായ രൂപത്തിലേക്ക് തിരിച്ചുപോയി. ആർഭാടങ്ങളുണ്ടായി, ആഡംബരമുണ്ടായി, ദൂരത്തുണ്ടായി, പൊങ്ങച്ചമുണ്ടായി, അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആചാരങ്ങൾ കടന്നു വന്നു. അതിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടായില്ല. പിന്നെയോ മറ്റ് അങ്ങാടികളും പാർക്കുകളും ടൂറുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുക, അവിടെയൊക്കെ സജീവമായ സാന്നിധ്യം ഉണ്ടായി. പക്ഷെ പള്ളികൾ നോക്കിയാൽ പലയിടത്തും കാണുന്ന ഒരവസ്ഥ. എൻ്റെ നാട്ടിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ 100-200ഓളം സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ എൻ്റെ പള്ളിയിൽ സൗകര്യമുണ്ട്. എൻ്റെ ഭാര്യ വെള്ളിയാഴ്ച ഒരു 4 ആഴ്ച മുമ്പ് പള്ളിയിൽ പോയിട്ട് ഈ ഒരു ആശ്വാസത്തിൽ പള്ളി തുറന്ന് തിരിച്ചു വന്ന് പറഞ്ഞത് ഇപ്പോഴും ഒരു 20-ൽ താഴെ സ്ത്രീകൾ മാത്രമാണ് വന്നത് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും നമ്മൾ സജീവമായി വന്നപ്പോൾ കൊറോണ കൊണ്ടുണ്ടായ മാറ്റം പള്ളിയിലൊക്കെ അങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു ധാരണ. ജുമയ്ക്കൊന്നും പോയില്ലെങ്കിൽ ഒന്നുമില്ല, ജമാഅത്തൊന്നും അത്ര അത്യാവശ്യമില്ല, പിന്നെ സഫൊന്നും നേരെയാക്കി നിൽക്കേണ്ടതുമില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്കാണ് നമ്മൾ പോയത്. അതേസമയത്ത് ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങളിലോ നമ്മുടെ മറ്റ് പരിപാടികളും നമ്മുടെ സംഘടനാ പരിപാടികളും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് രാഷ്ട്രീയ പരിപാടികളും അതൊക്കെ സജീവമായി നടക്കുന്നു. അവിടെ ആൾക്കൂട്ടങ്ങളുണ്ട്, അവിടെ സജീവമായ സാന്നിധ്യമുണ്ട്, അവിടെയെല്ലാം നമ്മൾ ആക്റ്റീവായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ മാറ്റത്തിന് വിധേയമാക്കാൻ നമ്മൾ തയ്യാറാണോ അല്ലേ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കഴിഞ്ഞ ഈദുൽ ഫിത്ർ കടന്നു പോയപ്പോൾ ഞാനും നിങ്ങളും എടുത്തൊരു പ്രതിജ്ഞയുണ്ടായി. എന്തായിരുന്നു ആ പ്രതിജ്ഞ? നമുക്കറിയാം. 1 മാസം കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നാം നേടിയെടുത്തിരിക്കുന്ന ആത്മീയമായ ഉത്കർഷം ജീവിതത്തിലുടനീളം നിലനിർത്തും. ഈ പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നേരിട്ടത്. പള്ളികളും ഈദ്ഗാഹുകളൊക്കെ ഉണ്ടെങ്കിൽ ഹുതുബയിൽ അതായിരിക്കും വിഷയം. കഴിഞ്ഞ 2 വർഷം അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീടുകളിൽ നമസ്കരിച്ച് പിരിഞ്ഞപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് അതാണ്. 1 മാസക്കാലം കൊണ്ട് നാം നേടിയെടുത്തിരിക്കുന്ന ആത്മീയമായ ഉത്കർഷം നമ്മുടെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ഇപ്പം 10.5 മാസം കഴിഞ്ഞല്ലോ, 11ാമത്തെ മാസം പൂർത്തിയാകാൻ പോവുക. ഈ പ്രതിജ്ഞയുമായി ഞാനും നിങ്ങളും എന്തുമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുക. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുമാത്രം നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. റമദാനിൽ നേടിയെടുത്ത ആത്മീയമായ ഉത്കർഷം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കും എന്ന് പെരുന്നാളിനെടുത്ത് പിരിഞ്ഞു പോയ നമ്മൾ വീണ്ടും ഒരു റമദാനിനെ സഹർഷം സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന, സന്തോഷത്തോടു കൂടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പിറകോട്ട് നമ്മളൊരു തിരിഞ്ഞു നോട്ടം നടത്തിയാൽ 11 മാസക്കാലം കൊണ്ട് നമ്മൾ എത്രയേറെ പിറകോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് എവിടെയൊക്കെ വന്നു? റമദാനിൽ 2-3 തവണ ഹത്തം തീർത്തിരുന്ന ആളുകളുണ്ടാകും. ഖുർആൻ പൂർണ്ണമായിട്ട് പാരായണിച്ചു, അതിലേറെയും ഉണ്ടാകും. ഈ 10-11 മാസക്കാലത്തിനിടയ്ക്ക് എത്ര ഖുർആൻ ജുസ്ഉകൾ ഓതി തീർക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചു? 1 മാസം കൊണ്ട് 3 ഹത്തം തീർത്ത ഞാൻ 11 മാസം കൊണ്ട് 1 ഹത്തം പോലും തീർക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എൻ്റെ മനസ്സ് എന്നോട് സംവദിക്കുന്നു എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, എവിടെയാണ് നമുക്ക് തകരാറ് സംഭവിച്ചത്? ഇത് അവിടെ മാത്രമല്ല, ബാക്കിയുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ പരിശോധിച്ച് നോക്കുക. റമദാനിൽ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ
നമസ്കാരങ്ങളിൽ കാണിച്ചിരുന്ന കൃത്യത, ജമാഅത്തുകളിൽ പങ്കെടുക്കാനുണ്ടായിരുന്ന സൂക്ഷ്മത, ഇതൊക്കെ തന്നെയും 11 മാസം പിന്നിട്ട് കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും എന്തുമാത്രം പിറകോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാലും, സക്കാത്തിൻ്റെ കാര്യമാകട്ടെ, സദഖയുടെ കാര്യമാകട്ടെ, ദാനധർമ്മങ്ങളുടെ കാര്യമാകട്ടെ, ദീർഘനേരം നിന്ന് തറാവീ നമസ്കരിച്ചിരുന്ന നമ്മൾ ഈ 11 മാസം എത്ര ദിവസം തഹജ്ജുദ് നമസ്കരിച്ചു? നമസ്കരിച്ചെങ്കിൽ തന്നെ എത്ര റക്അത്ത് നമസ്കരിച്ചു? പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, നോമ്പ് കഴിഞ്ഞ ഉടനെയൊക്കെ വിചാരിക്കും 11 തന്നെ നിസ്കരിക്കണം. അങ്ങനെ അത്യാവശ്യം ഷവ്വാലിൽ 11 നിസ്കരിച്ച് തുടങ്ങി വെക്കും. 4 ദിവസം കഴിയുമ്പോൾ അത്രയും വേണ്ടാന്ന് പിന്നെ ചുരുക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ അവസാനം എന്തായി, 3 ഒതുക്കും. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പാതിരാക്കൊന്നും നീതിക്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യഷ കഴിഞ്ഞ് അതിൻ്റെ സുന്നത്ത് കഴിഞ്ഞ് പിന്നെ 3 ഒപ്പിച്ച് വിത്തർ നിസ്കരിച്ച് പോയി കിടന്നുറങ്ങും. എല്ലാവരും അങ്ങനെ ആകുന്നു എന്ന അർത്ഥത്തിലല്ല ഞാനിത് സൂചിപ്പിച്ചു. കൃത്യമായി ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ. പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ അനുഭവസ്ഥരായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ പറഞ്ഞ രൂപത്തിലാണ്. അവസാനം യഷാക്കേഷം 3 ഒപ്പിച്ച് കിടന്നുറങ്ങും. ചിലപ്പോൾ അതിന് നേരം ഉണ്ടെങ്കിൽ യഷാക്കേഷങ്ങളെ റവാത്തിൽ സുന്നത്ത് നിസ്കരിച്ച് തിരിച്ചു പോകും. അവിടെയാണോ നമ്മളുള്ളത്? ഇതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എവിടെയാണ് നമ്മളുള്ളത്? ഒരു റമദാനിനെ വീണ്ടും സഹർഷം സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. തീർച്ചയായും ഒരു ജനസമൂഹം അവരുടെ കാര്യത്തിൽ മാറ്റം വരുത്താൻ, സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറില്ലെങ്കിൽ, ഏതൊരു ജനതയും സ്വന്തം നിലപാടിൽ മാറ്റം വരുത്താൻ തയ്യാറില്ലാത്ത ഒരവസ്ഥയിൽ അള്ളാഹു അവരിൽ മാറ്റം വരുത്തുകയില്ല. ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്നാണ്. ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? മാറ്റമുണ്ടാകേണ്ടത്, പരിവർത്തനമുണ്ടാകാൻ നമ്മൾ സ്വയം സന്നദ്ധരാകണം എന്നാണ്. ഞാനൊരു മാറ്റത്തിന് സന്നദ്ധനാണോ എങ്കിൽ, അതാണ് നമ്മൾ പലപ്പോഴും പറയാറ്, നമ്മൾ ഒരു ജാൻ അള്ളാഹു കൂടെ അടുത്താൽ അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ടെടുക്കും എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പം നമ്മൾ എത്രത്തോളം അതിന് സന്നദ്ധമാകുന്നു അതിനനുസരിച്ച് കൊണ്ടാണ് അള്ളാഹു നമുക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഈ റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തൊരു മാറ്റത്തിനും പരിവർത്തനത്തിനും ഞാനും നിങ്ങളും തയ്യാറാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാൻ നമ്മുടെ ജീവിതത്തിലൂടെ സാധിക്കണം. ഞാൻ ആദ്യമായി ഓതി വെച്ചിരിക്കുന്ന ഖുർആൻ സൂക്തം സൂറത്തുൽ ഫാത്തിർ 35-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ വചനമാണ്. ഇവിടെ അള്ളാഹു 3 വിഭാഗം ആളുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചിരുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്, സുമ്മ ഔറസ്നൽ കിതാബ് അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്നും നാം തെരഞ്ഞെടുത്ത ആളുകൾക്ക് നാം വേദഗ്രന്ഥം അവകാശപ്പെടുത്തി കൊടുത്തു. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അവരിൽ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരുണ്ട്, മധ്യനില സ്വീകരിക്കുന്നവരുണ്ട്, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നന്മയിൽ മുന്നേറ്റം നടത്തുന്ന ആളുകളുണ്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അതാണ് ഏറ്റവും മഹത്തായിരിക്കുന്ന അനുഗ്രഹം. അവസാനം പറഞ്ഞിരിക്കുന്ന സാബിഖുൻ ബിൽ ഖൈറാത്താണ് ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്ന് അള്ളാഹു തആല സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ അള്ളാഹുവിൻ്റെ പ്രയോഗം ശ്രദ്ധിക്കണം. ഔറസ്നൽ കിതാബ് അല്ലദീന മിൻ ഇബാദിന എന്നാണ് പറഞ്ഞത്. നാം വേദഗ്രന്ഥം നമ്മുടെ ദാസന്മാരിൽ നിന്നും നാം തിരഞ്ഞെടുത്തവർക്ക് അവകാശപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളായിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. സാധാരണ മനുഷ്യരെ കുറിച്ചല്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ അള്ളാഹുവിൻ്റെ ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഇസ്തഫൈന ഔറസ്നൽ കിതാബ് അല്ലദീന ഇസ്തഫൈന മിൻ ഇബാദിന. അപ്പം അങ്ങനെ വേദഗ്രന്ഥം അവകാശപ്പെടുത്തി കൊടുത്ത ആളുകൾ എന്ന്, നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം തിരഞ്ഞെടുത്തവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്ന വിശ്വാസികളായ ആളുകളുടെ കൂടെ തന്നെയും
ളാലിമുൻ ലിനഫ്സ്, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. മുഫസ്സിറുകൾ നൽകിയ വിശദീകരണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും കാണാൻ സാധിക്കും. ഞാനത് ഏറെ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല. കാരണം ആളുകൾ നന്മ ചെയ്യുന്ന ആളുകൾ തന്നെ, വിശ്വാസികളായ ആളുകൾ തന്നെ അതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതിരിക്കുകയും ചിലപ്പോൾ വേണ്ടാത്തരം കാര്യങ്ങൾ, ഇപ്പം ഇടക്കൊന്ന് കുടിച്ചാൽ കുഴപ്പമില്ല, ലേശമൊന്നും പലിശ വാങ്ങിയാൽ തരക്കേടില്ല, ലേശമൊന്നും കൈക്കൂലി വാങ്ങുന്നതുകൊണ്ട് പ്രശ്നവുമില്ല, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച വലിയ തകരാറില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ വിശ്വാസികളായ ആളുകളിൽ തന്നെ, മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ആളുകളിൽ തന്നെ, അങ്ങനെ അത്തരം കാര്യങ്ങളോട് ഇസ്ലാം വിലക്കിയിരിക്കുന്ന, നിഷിദ്ധമാക്കിയിരിക്കുന്ന, നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ വരികയും ചില കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം മുഖ്തസിദുൻ എന്നാണ്, മധ്യനിലപാട് സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ. എന്നാൽ നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നാൽ ഐച്ഛികമായിരിക്കുന്ന സുന്നത്തായിരിക്കുന്ന കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഒരു വേള പറഞ്ഞാൽ നിഷിദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യില്ല, എന്നാലും കൂടുതൽ പുണ്യം ചെയ്യാനുള്ള താല്പര്യമോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോ ഉണ്ടാവില്ല. ഒരു മീഡിയമായിട്ട്, ഒരു സാധാരണക്കാരെന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഇബാദത്തുകളുടെ കാര്യത്തിൽ ഒരു സാധാരണ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കടന്നുപോകും. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് സാബിഖുൻ ബിൽ ഖൈറാത്ത് എന്നാണ്. നന്മയിൽ മുന്നേറ്റം നടത്തുന്ന ആളുകളാണ്, അതിൽ മുൻകടന്നു വരുന്നു, അതിൽ മത്സരിച്ചുകൊണ്ട് കടന്നു വരുന്നു എന്നാണ്. ഇവിടെയാണ് റമദാൻ നമുക്ക് ഏറെ പ്രസക്തമായി തീരുന്നത്. നമ്മൾ റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച്, അതിൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ സാബിഖുൻ ബിൽ ഖൈറാത്ത് ആകാനുള്ള ആവേശമാണ്, താല്പര്യമാണ്, ഊർജ്ജസ്വലതയാണ് നമുക്കുണ്ടാവേണ്ടത്. കാരണം സാധാരണ പോലെ പോരാ, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവണം. കഴിഞ്ഞ 11 മാസം ജീവിച്ച് ഞാൻ ആവരുത് ഈ റമദാൻ. കൂടുതൽ പുണ്യങ്ങൾ ചെയ്യാൻ സാധിക്കണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടി നന്നാക്കാൻ സാധിക്കണം. സാധാരണ നമസ്കരിക്കാറുള്ള ആ നമസ്കാരം കൂടുതൽ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി നിർവഹിക്കാൻ കഴിയണം. അത്യാവശ്യം ചില സുന്നത്തുകളൊക്കെ നമസ്കരിക്കുന്നത് കുറെ കൂടി സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും നിർവഹിക്കാറുള്ള ദിക്റൊക്കെ കുറെ കൂടി വിശദമായി നിർവഹിക്കാൻ കഴിയണം. അതുപോലെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഇബാദത്തുകൾ ഓരോന്നും അത് കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുവാനും നന്നാക്കിയെടുക്കുവാനും വർദ്ധിപ്പിക്കുവാനും ഐച്ഛികമായ സുന്നത്തായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുവാനും ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാനും പഠിക്കാനും ഒക്കെ സന്നദ്ധമാകുന്ന രൂപത്തിൽ അതിലെല്ലാം നമ്മൾ മുന്നേറ്റം നടത്തുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകണം. അതാണ് യഥാർത്ഥത്തിൽ സാബിഖുൻ ബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറ്റം നടത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിരിക്കുന്നത്. ആ നിലക്ക് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ ഈ ഒരു മാസക്കാലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ മാസത്തിൻ്റെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതാണെങ്കിലും അത്തരം ചില പോയിന്റുകൾ മാത്രം ഉയർത്തിക്കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നത് ഷഹറുൻ മുബാറക്, അനുഗ്രഹീതമായിരിക്കുന്ന മാസം എന്നാണ് പ്രവാചകൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന മാസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് പ്രവാചകൻ നമുക്ക് നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കൂടുതലായി നന്മകൾ പ്രവർത്തിക്കുക, ആ നന്മകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും പിശാച് ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. എന്താണ് ഈ വചനത്തിൻ്റെ ആശയം? സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നെടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ പോകാൻ കഴിയും എന്നാണോ? നരകത്തിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് റമദാനിൽ മരിക്കുന്ന ഒരാളും നരകത്തിൽ പോകില്ല എന്നാണോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? റമദാനിൽ എത്ര ആൾ മരിക്കും? ആരൊക്കെ മരിക്കും? പിന്നെ പിശാച് ബന്ധനസ്ഥനാകുന്നു എന്ന് പറഞ്ഞതിനർത്ഥം അന്ന് പൈശാചികമായ യാതൊരു പ്രവർത്തനവും ലോകത്തെവിടെയും മനുഷ്യർക്കിടയിൽ ഉണ്ടാവില്ല എന്നാണോ? റമദാൻ മാസം എന്തെല്ലാം തോന്നിയാൽ നടക്കാറുണ്ട്. അപ്പം എന്താ അർത്ഥം? എന്താണ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും പിശാച് ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
അവിടെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നവർ നമ്മളാണ്, നരകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുന്നവർ നമ്മളാണ്, പിശാചിനെ ബന്ധനസ്ഥരാക്കുന്നവർ നമ്മളാണ്. അതെങ്ങനെയാണ്? അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. സ്വർഗത്തിൻ്റെ വാതിലുകൾ കൊട്ടി തുറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടി അടച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരാൻ, പിശാച് നമ്മെ സംബന്ധിച്ചിടത്തോളം ബന്ധനസ്ഥരാക്കപ്പെടാൻ കാരണമായി തീരുന്നത് നമ്മുടെ അമലുകളാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്, നമ്മുടെ ജീവിതമാണ്. അപ്പോൾ റമദാനിനെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ അതിനുവേണ്ടി സന്നദ്ധമാകുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട സുപ്രധാനമായ കാര്യം അതാണ്. എൻ്റെ മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കും. അഥവാ എനിക്ക് നന്മ ചെയ്യുവാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്, നന്മയ്ക്ക് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരുപാട് ഓഫറുകൾ, പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം സ്വന്തമാക്കാൻ രാവും പകലും അത്യധ്വാനം ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ പരിശ്രമിക്കും എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. സകലമായ തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ, അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. റമദാനാണ് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പലരും പറയാറില്ലേ, നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സീരിയൽ നമ്മൾ കൂട്ടി. എന്താ കാരണം? റമദാനാ, ഇപ്പം അത് കാണണ്ട എന്ന് പറയുന്നു. സാധാരണ വായിച്ചുകൊണ്ടിരുന്ന ചില വീക്കിലികൾ നമ്മൾ മാറ്റിവെച്ചു റമദാനായപ്പോൾ. എന്തേ കാരണം? റമദാനിൽ അത് ആ നോവൽ വായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ വീക്കിലി വായിക്കാൻ കൊള്ളില്ല എന്ന് നമ്മൾ മാറ്റിവെച്ചു. പക്ഷെ റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഭാര്യ എന്താ പറയുക? ആ 4 ആഴ്ചത്തെ വീക്കിൽ എവിടെ ഉണ്ടോ നിങ്ങൾ നോക്കണേന്നറിയോ? കാരണം അന്നെന്താ കഥാപാത്രത്തിന് സംഭവിച്ചതെന്ന് അറിയാൻ ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കുകയാണ്. 4 ആഴ്ചയായിട്ട് അത് തൊട്ടിട്ടില്ല. ആ നോവലിലെ കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കുന്ന ഭാര്യ നമ്മളോട് സ്വകാര്യം പറയും, ആ വീക്കിൽ എവിടെങ്കിലും കടയിൽ ബാക്കിയുണ്ടോ എന്ന് നോക്കണേ. അപ്പം എന്താ മാറ്റം? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കരുത്. റമദാനിൽ കൂട്ടിയിട്ടിരുന്ന സീരിയലുകൾ റമദാൻ കഴിയുമ്പോൾ ഓപ്പൺ ആക്കാൻ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടോ? എങ്കിൽ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ട കാര്യം അതാണ്. റമദാനിന് നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ കഴിഞ്ഞ 11 മാസക്കാലത്ത് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിക്കും. കഴിഞ്ഞ റമദാനിന് ശേഷം കടന്നു പോയിരിക്കുന്ന ദിവസങ്ങളിലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഇനിയും നമ്മൾ പരിവർത്തനത്തിന് തയ്യാറില്ലാത്ത വിധം, മാറ്റത്തിന് സന്നദ്ധമല്ലാത്ത വിധം, നന്മയിൽ മുന്നേറ്റം നടത്താൻ തയ്യാറില്ലാത്ത വിധം ഒരു റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണോ ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മുടെ വീടുകൾ വെള്ളമരിച്ച് വൃത്തിയാക്കിയത് കൊണ്ട് കാര്യമായില്ല. നമ്മുടെ ജനവാതിലുകളും കട്ടിലുകളും നനച്ചുകൂടി നടത്തിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി നനച്ചുകൂടി നടത്താൻ നമ്മൾ തയ്യാറാകണം. ഇവിടെയാണ് നമ്മൾ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സുപരിതമായിരിക്കുന്ന ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 6 അതിന് കടന്നു പോവുകയും ഐഹികമായ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തിരിക്കുന്നുവോ അവരുടെ സങ്കേതം കത്തിജ്വലിക്കുന്ന നരകമായിരിക്കും എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മുടെ സമീപനം. നമ്മൾ പരിശോധിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട്, അവൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട്, ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, തിന്മകൾക്ക് കൂട്ടുനിന്നുകൊണ്ട്, മറ്റ് അധർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പാഴാക്കുകയും എന്നിട്ട് നമ്മൾ ഐഹികമായ ജീവിതത്തിന് പ്രാമുഖ്യം നൽകുകയും പരലോകത്തെ മറന്നു പോവുകയും ചെയ്യുന്ന എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുണ്ട്. ആലാഴത്ത് ഹൈറും വാദിക്ക, പരലോകമാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്നത് എന്നൊന്നും അവശേഷിക്കുന്നു. അത് ഇമാം ഓതുന്നു, നമ്മൾ കേൾക്കുന്നു എന്നതിലപ്പുറം അങ്ങനെ ഒരു ചിന്ത എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ കൃത്യമായിട്ട് ആ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവുക. ആസറൽ ഹയാത്ത് ദുനിയ, ഐഹികമായ ജീവിതത്തിന് മുൻഗണന നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ജഹീമ ഹിയൽ മഅവ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. എന്നാൽ ആർ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും സ്വന്തം മനസ്സിനെ
തന്നിഷ്ടങ്ങളിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നുവോ, സ്വന്തം ഇച്ഛകളെ താല്പര്യങ്ങളെ മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നുവോ, അവന്റെ സങ്കേതം സ്വർഗമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുവാൻ, വിശുദ്ധമാക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ നമുക്ക് എങ്ങനെ റമദാൻ കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ പരിശോധിക്കണം. ഏത് കാര്യം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇബാദത്തുകളുടെ അടിസ്ഥാനമായ ഒരു ലക്ഷ്യം സംസ്കരണമാണ്. നോമ്പിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുള്ളതാണ്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തെഖ്വയുള്ളവരാകാൻ. അതാണല്ലോ നോമ്പിന്റെ ലക്ഷ്യമായിട്ട് ഖുർആൻ പറഞ്ഞത്. കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലൈഹിം ഖബലിക്കും ലഅല്ലകും തത്തഖൂൻ. അതാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ എന്താ, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഹജ്ജിന് പുറപ്പെടുന്ന ആൾ ഒരുക്കുന്ന യാത്രാ വിഭവം, പാഥേയം, അതിലേറ്റവും ഉത്തമമായിരിക്കുന്ന യാത്രാ വിഭവം ഏതാണ്, പാഥേയം ഏതാണ്? തഖ്വയാകുന്നു എന്നാണ്. ഡ്രസ്സല്ല, കുത്തരിയല്ല, കഞ്ഞിക്കുള്ള തൂക്കരിയല്ല, നമ്മൾ പാക്കറ്റിലാക്കിയിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയല്ല. ഹജ്ജിന് പോകുമ്പോൾ യാത്രക്ക് വേണ്ടി ഒരുക്കൂട്ടുന്ന ഏറ്റവും മെച്ചപ്പെട്ട വിഭവം ഖൈറുസ്സാദി തഖ്വ, തഖ്വയാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. നമ്മൾ ആലോചിക്കുക. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എന്താണ്, അതിലൂടെ നമ്മൾ സംസ്കരിക്കപ്പെടുന്നു എന്നാണ് സൂചിപ്പിച്ചത്. സംസ്കരണമാണ്. നമ്മുടെ സാമ്പത്തികമായ ബാധ്യതകൾ നമ്മൾ പൂർത്തിയാക്കുന്നതിലൂടെ നമ്മൾ സംസ്കരിക്കപ്പെടുന്നു എന്നതാണ് അതിൻ്റെ നേട്ടമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏത് ഇബാദത്തുകൾ പരിശോധിച്ച് നോക്കിയാലും, ആരാധനാ കർമ്മങ്ങൾ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഈ ഒരു ധർമ്മനിഷ്ഠയാണ്, സൂക്ഷ്മതാബോധമാണ്, മനസ്സിൻ്റെ സംസ്കരണമാണ്, ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞ അതാണ്. തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടുക്കുന്നു എന്നതാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇപ്പോൾ നോമ്പ്, നമസ്കാരം, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ ഇബാദത്തുകൾ ഒക്കെയും ഈ ഒരു സംസ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെ ഒരു സംസ്കരണം നേടിയെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ എന്നതാണ്. ആ ഒരു ജീവിത വിശുദ്ധി, ഇത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പരിശോധിക്കുക. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ശീലങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചത് കാണാം. അൽ മഖ്സൂദു മിനസ് സിയാമി ഹബ്സുൻ നഫ്സി അനിശ് ശഹവാത്ത് എന്നാണ്. സ്വന്തം ദേഹേച്ഛകളെ അവന് കടിഞ്ഞാണിട്ട് നിർത്താൻ സാധിക്കുന്നു എന്നതാണ് നോമ്പിന്റെ ലക്ഷ്യം എന്നാണ്. വഫിതാമുഹാ അനിൽ മഅലൂഫാത്ത്, മാത്രമല്ല അവന്റെ സാധാരണ ശീലങ്ങൾ അവൻ വിച്ഛേദിക്കുകയും ചെയ്യുന്നു എന്നാണ്. നമ്മൾ നമ്മുടെ ഇച്ഛയെ കടിഞ്ഞാണിട്ട് നിർത്തുകയും നമ്മുടെ ദേഹേച്ഛയെ നിയന്ത്രിക്കുകയും നമ്മൾ നിരന്തരമായി ശീലിച്ചു വന്നിരിക്കുന്ന ശീലങ്ങളെ മാറ്റിവെക്കുകയും അതിനെ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നു എന്നതാണ്. എന്നിട്ട് നമ്മുടെ വൈകാരികമായ ശക്തിയെ, നമ്മുടെ വൈകാരികമായ ശക്തിയെ നാം ക്രമീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം നോമ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ട് സാദുൽ മആദിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കും, നമുക്ക് വളരെ വ്യക്തമായി നോമ്പുകൊണ്ട് ബോധ്യപ്പെടും. പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ നമ്മുടെ ഇച്ഛയെ കടിഞ്ഞാണിട്ട് നിർത്തുന്നു. നമുക്ക് വിശപ്പില്ലാത്തത് കൊണ്ടല്ല, നമുക്ക് ദാഹമില്ലാത്തത് കൊണ്ടല്ല, നമുക്ക് ലൈംഗികമായ വികാരമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ എല്ലാ ഇച്ഛകളെയും താല്പര്യങ്ങളെയും നമ്മൾ മാറ്റിവെക്കുന്നു. വിശപ്പ് നമ്മൾ സഹിക്കാൻ തയ്യാറാകുന്നു, ദാഹം നമ്മൾ സഹിക്കാൻ തയ്യാറാകുന്നു. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ആലോചിച്ചു, എത്ര ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കും, എത്ര ദാഹം നമുക്കുണ്ട്. ഇതേ വേനലിൽ തന്നെ സമാഗതമാകുന്നു റമദാൻ. പക്ഷേ അവിടെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ആ സമയം നമ്മൾ പൂർണ്ണമായും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മാറ്റിവെക്കും. നോമ്പ് തുറക്കാൻ സമയമാകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഫുള്ളാണ്. എല്ലാതരം പാനീയങ്ങളുമുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, എല്ലാമുണ്ട്.
പക്ഷെ നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പാകുന്നത് വരെ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളമോ ഒരു ഈത്തപ്പഴമോ മറ്റെന്തെങ്കിലുമോ നമ്മൾ എടുത്ത് ഭക്ഷിക്കാൻ തയ്യാറില്ല. കാരണം എന്താ? അവിടെ പൂർണ്ണമായ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുകയാണ്. ആ നിയന്ത്രണത്തിനുള്ള ശക്തിയാണ് ഹബ്സുൻ നഫ്സ് അനിഷഹവാത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ദേഹേച്ഛകളെ, നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായും കടിഞ്ഞാണിട്ട് നിർത്താനുള്ള ശക്തിയും ഊർജവുമാണ് റമദാൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നതാണ്. അപ്പം അവിടെയാണ് നമ്മൾ ശീലിക്കേണ്ടത്. അത് നോമ്പ് തുറക്കുന്നിടത്ത് മാത്രമല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും നമ്മൾ കടന്നു വന്നാൽ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും. അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാകുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്, മല്ലൻ യദ ഖൗല സൂർ വൽ അമല ബിഹി, ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാത്ത നോമ്പുകാരൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വ ശറാബഹു, അവൻ്റെ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കണം എന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അപ്പം അതിനർത്ഥം എന്താണ്? നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല, വെള്ളം കുടിക്കാതിരിക്കുക മാത്രമല്ല, ഭക്ഷണം കഴിക്കാതിരിക്കുക മാത്രമല്ല, അതോടൊപ്പം സമൂലമായ ഒരു മാറ്റത്തിന്, പൂർണ്ണമായ മാനസികമായ ഒരു വിശുദ്ധിക്ക് ഞാനും നിങ്ങളും തയ്യാറാകുന്നു എന്നുള്ളതാണ് നോമ്പിൻ്റെ സവിശേഷത. ചീത്തയായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാത്തൊരു നോമ്പുകാരൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും അള്ളാഹുവിനില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക ആ ഒരു മാറ്റം. ഇങ്ങോട്ടാരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവനോട് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകും എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സമീപനത്തിൽ, നമ്മുടെ ജീവിത രീതിയിലെല്ലാം മാറ്റം വരുത്തുന്നു നോമ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ശീലം നമുക്കുണ്ട്. പ്രഭാതം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കട്ടൻ കാപ്പി കുടിക്കണം, അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കണം, എന്നാലേ നമുക്കൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നോമ്പിന് നമുക്ക് പ്രശ്നമില്ലല്ലോ. നമ്മുടെ ശീലം നമ്മൾ മാറ്റുകയാണ്. അതുപോലെ ഒട്ടനവധി ശീലങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ശാരീരികമായ ചില ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ പോലും ചില സമയത്ത് ഭക്ഷണം കഴിച്ചെങ്കിലേ നടക്കുള്ളൂ എന്ന അവസ്ഥാവിശേഷം പോലും നമുക്കുണ്ട്. പക്ഷെ റമദാനിൽ നമുക്ക് അതൊന്നും പ്രശ്നമല്ല. നമ്മളൊക്കെ മാറ്റുകയാണ്. ഈ മാറ്റം നമ്മുടെ സ്വഭാവത്തിലും, നമ്മുടെ സമീപനത്തിലും, നമ്മുടെ പെരുമാറ്റത്തിലും, നമ്മുടെ ജീവിത രീതിയിലും, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിലും എല്ലാം വേണ്ട രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നോമ്പിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ആ നിലക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഷഹറു സിയാം വൽ ഖിയാം, നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും, അത് വ്രതാനുഷ്ഠാനത്തിൻ്റെയും രാത്രി നമസ്കാരത്തിൻ്റെയും മാസമാകുന്നു എന്നതാണ്. ഇത് നമ്മൾ അതിൽ ചെയ്യുന്ന ബാഹ്യമായ പ്രധാനപ്പെട്ട കാര്യമാണ്. പകൽ നോമ്പെടുക്കുന്നു, രാത്രി ദീർഘമായി നമസ്കരിക്കുന്നു. ഇതോടൊപ്പം നമുക്കുണ്ടാവേണ്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക. അവിടെ ഷഹറു സബർ വൽ അഫു, ക്ഷമയുടെയും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുടെയും മാസമാകുന്നു എന്നതാണ്. ക്ഷമ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. വിശപ്പുണ്ടായിരുന്നിട്ടും നമ്മൾ ക്ഷമിക്കുകയാണ്, ദാഹമുണ്ടായിരുന്നിട്ടും നമ്മൾ ക്ഷമിക്കുകയാണ്, വികാരമുണ്ടായിട്ടും നമ്മൾ ക്ഷമിക്കുകയാണ്. അതിനെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള ക്ഷമ എന്നുള്ള സ്വഭാവ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെയെല്ലാം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അജബല്ലി അംരിൽ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സത്യവിശ്വാസികളുടെ കാര്യം അത്ഭുതമാകുന്നു. അത് മറ്റാർക്കുമില്ലാത്തതാണ്, വിശ്വാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവിടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സന്തോഷമുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യുകയും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നു എന്നാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൈറായിത്തീരുന്നു എന്നും ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സബർ എന്നുള്ള ഗുണം, ആ ഒരു സവിശേഷത
നോമ്പുകാരനാകുമ്പോൾ, നോമ്പ് നോൽക്കുമ്പോൾ, ഈ നോമ്പിനെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു സന്നദ്ധത, ഏത് പ്രയാസത്തെയും ഏത് പ്രതിസന്ധിയെയും ഏത് ബുദ്ധിമുട്ടുകളെയും ക്ഷമയോടെ സഹനത്തോടെ തരണം ചെയ്യാനുള്ള മനക്കരുത്തും തൻ്റെ ഇടവും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം, തീർച്ചയായും മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതിൽ നിന്ന് ആ നഷ്ടക്കാരിൽ പെടാത്ത ആളുകളുടെ 4 ക്വാളിറ്റീസ് നമുക്കറിയാം. വിശ്വാസം ഉൾക്കൊള്ളുന്നു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു, നല്ലത് കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നു, ക്ഷമ കൊണ്ട് പരസ്പരം കൽപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ നമുക്ക് നോമ്പിൻ്റെ ഗുണമായിട്ട് കാണാൻ കഴിയും. വിശ്വാസത്തെ നമ്മൾ ശക്തിപ്പെടുത്തിയെടുക്കുന്നു, ധാരാളമായ അമലു സാലിഹാത്ത് ചെയ്യുന്നു, മറ്റുള്ളവരോട് നന്മ ചെയ്യാൻ വേണ്ടി നിരന്തരമായി പറയുന്നു, നമ്മുടെ മക്കളോടും നമ്മുടെ കുട്ടികളോടും നമ്മുടെ വീട്ടുകാരോടും, അങ്ങനെ തുടങ്ങി എല്ലായിടത്തും നന്മയെക്കുറിച്ചുള്ള സാരോപദേശങ്ങൾ കേൾക്കാൻ കഴിയുന്നു. പള്ളിയിൽ അത്തരത്തിൽ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും നടക്കുന്നു. ളുഹറിന് ശേഷം ക്ലാസ്, തറാവീന് ശേഷം ക്ലാസ്, സുബൈക്ക് ശേഷം ഖുർആൻ പാരായണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സതുപദേശത്തിൻ്റെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ഈ മാസത്തിൻ്റെ സവിശേഷതയായി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കവിടെ ആലോചിക്കുവാനുള്ളത്, നമ്മുടെ ഒരു മാസക്കാലം അതിനെ സജീവമാക്കി മാറ്റിയെടുക്കുന്നിടത്ത് ആ ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാസം എന്നുള്ള നിലക്ക് വിശപ്പും ദാഹവും സഹിക്കുക മാത്രമല്ല, ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് പലപ്പോഴും നമ്മൾ തളർന്നു പോയി. മാരകമായ രോഗങ്ങൾ, ആ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതിനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന മറ്റു ഒട്ടനവധി ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും. ആ രോഗം കാരണം പലരുടെയും ബിസിനസ് പൊളിഞ്ഞു പോയി, പലരും വിദേശത്ത് തിരിച്ചു വരേണ്ടി വന്നു, പലരുടെയും തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെട്ടു, പല രംഗത്തും അതിൻ്റേതായ പ്രയാസങ്ങളും പ്രതിസന്ധിയും അഭിമുഖീകരിച്ചു. പക്ഷെ വിശ്വാസിയായ ഒരു മനുഷ്യൻ നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൈറും ഷർറും അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖദറുകളെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടും ധാരണയുമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണവും പ്രശ്നമായി തീരുന്നില്ല. കാരണം എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവന് സാധിക്കുന്നു. ഈ ഒരു ആർജവം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആവശ്യമായ പരിശീലനങ്ങൾ അവൻ്റെ ഇബാദത്തുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. നമസ്കാരം നമുക്ക് നൽകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, നോമ്പ് നമുക്ക് നൽകുന്ന ഗുണവിശേഷങ്ങളുണ്ട്, സക്കാത്ത് നമുക്ക് നൽകുന്ന ഗുണങ്ങളുണ്ട്, ഹജ്ജ് നമുക്ക് നൽകുന്ന ഗുണവിശേഷങ്ങളുണ്ട്. ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെറും ഇബാദത്ത് എന്നുള്ളത് പരലോകത്തെ പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മൾ അറിയാതെ, നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് പല നിലക്കുള്ള ഗുണങ്ങളും നേട്ടങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുന്നു. അപ്പോൾ നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ സ്വയം തൻ്റെ ഇച്ഛകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സന്നദ്ധമാകുന്നതോടുകൂടി ക്ഷമയെ കൈക്കൊള്ളുവാനും സഹനം ഉൾക്കൊള്ളുവാനും അങ്ങനെ ഏത് പ്രതിസന്ധിയെയും ക്ഷമയോടെ സഹനത്തോടെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷിയും ശക്തിയും കഴിവും ആർജിച്ചെടുക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, നമ്മൾ ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അധികം അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ദുആ. അതുപോലെ തന്നെ പശ്ചാത്താപം, തൗബ, ഈ കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായി നിർവഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതും ഈ മാസത്തിൻ്റെ സവിശേഷതയായി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സംഗതി കഴുകി വെടിപ്പാക്കി വൃത്തിയാക്കി വെച്ചാൽ പിന്നെ അവിടെ ചെറിയ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത് പോലും നമുക്ക് പ്രയാസമാണ്. നമ്മൾ വീടൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് ഭംഗിയാക്കി കുട്ടികൾ ഓടി വന്നൊരു ചുമര് പിടിച്ചാൽ പറയും നമ്മൾ, മോനെ ഇന്നലെ വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള പിടിക്കല്ലേ എന്ന് പറയും. എന്താ കാരണം? നമ്മൾ അത്രയും ത്യാഗം ചെയ്തുകൊണ്ട് അതൊന്ന് വൃത്തിയാക്കി വെച്ചതാണ്. ഇപ്പോൾ വൈറ്റ് വാഷ് ചെയ്യാനോ പെയിന്റിനോ ചെയ്യാനോ ആളുകളെ വിളിച്ചാൽ അവരാദ്യം ചെയ്യുന്നതാണ് ആ ചുമരിലും ആ കമ്പിയിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന തുരുമ്പുകളും അഴുക്കുകളും ഒക്കെ ചുരണ്ടി വൃത്തിയാക്കി ഒരുപാട് നേരം ആ ഉരക്കടലാസ് കൊണ്ട് ഉരസി ഒക്കെ പോക്കിയതിന് ശേഷമാണ് അത് പെയിന്റ് അടിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനും ശ്രമിക്കാം. നമ്മൾ നോമ്പ് കൊണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ റമദാനിന് ശേഷം ഈ 11 മാസക്കാലത്തിനിടക്ക് പലതും തെറ്റുകൾ സംഭവിച്ചപ്പോൾ നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ മനസ്സിനകത്ത് വന്നുപോയിരിക്കുന്ന ഒരുപാട് കറുത്ത പുള്ളികളുണ്ട്.
ആ കറുത്ത പുള്ളികളെ മുഴുവനും മായ്ച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് നോമ്പിലൂടെ. നമ്മൾ ത്യാഗപൂർണമായ വ്രതാനുഷ്ഠാനത്തിലൂടെ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് തെറ്റായ വാക്കുകളും പ്രവർത്തനങ്ങളും ഇല്ലാത്ത വിധം സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് നമ്മൾ ത്യാഗപൂർണമായ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ പാപങ്ങൾ മുഴുവനും കഴുകി വെടിപ്പാക്കുന്നു. പിന്നെ നമ്മൾ എന്ത് വേണം? അവിടെ നന്മകൾ പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, ഈ റമളാൻ സമാഗതമാകുന്നതോടുകൂടി നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകും, ഒരു ആസൂത്രണം. രാവിലെ മുതൽ ഞാൻ എന്ത് ചെയ്യും? നോമ്പായ സുബഹിക്ക് ശേഷം കുറച്ച് ഉറങ്ങാമെന്നല്ല, ആ ഒരു തീരുമാനം മാറ്റാൻ നമുക്ക് കഴിയണം. ഞാൻ രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഇത്ര നേരം ഖുർആൻ പാരായണം ചെയ്യും, അല്ലെങ്കിൽ ഇത്ര ഖുർആൻ പരിഭാഷ വായിക്കും, പ്രഭാതത്തിലെ ഇന്ന ദിക്റുകൾ ചെല്ലും. അങ്ങനെ കൃത്യമായിട്ടൊരു അജണ്ട, ഒരു പ്ലാനിങ് നമുക്കുണ്ടാവുക. അതാണ് ഈ മുന്നൊരുക്കത്തിൽ വേണ്ടത്. കൃത്യമായിട്ട് ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കും, കൃത്യമായി രാത്രി നമസ്കാരങ്ങളിൽ പങ്കെടുക്കും. ഇതുപോലുള്ള ക്ലാസ്സുകളും പരിപാടികളും ഉണ്ടാകുമ്പോൾ അതിൽ സന്നിഹിതരാകാൻ നമ്മൾ ശ്രമിക്കും. മാത്രമല്ല, എൻ്റെ സാമ്പത്തികമായ മുഴുവൻ കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും വേണ്ട രൂപത്തിൽ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണ്? മരിച്ച് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നിച്ച് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ മോൻ എണീറ്റുകൊണ്ട് പറയും, പാപ്പാക്ക് കടം വല്ലതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. വളരെ വിനീതമായി ഞാൻ ചോദിക്കട്ടെ, ആ മോനെ നമ്മൾ സ്വകാര്യം വിളിച്ചിട്ട് ചോദിച്ചു നോക്കുക, നിൻ്റെ പാപ്പാക്ക് എത്ര കടമുണ്ട്? മോൻ അറിയോ? എൻ്റെയും നിങ്ങളുടെ അവസ്ഥ എന്താ? നമ്മൾ സ്വന്തം ആലോചിച്ചാൽ മതി, വേറെ ഇങ്ങോട്ട് നോക്കണ്ട. എനിക്ക് എത്ര കടമുണ്ട് നിൻ്റെ മോനെ എപ്പോൾ അറിയോ എന്നാണ് ചോദിച്ചു. അറിയോ? ആ ഒന്നും അറിയാത്ത മോനാണ് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഏറ്റെടുക്കുന്നത്. പാപ്പാൻ്റെ കടമൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കാരണം അതൊരു ബാധ്യതയെ അവൻ കാണുന്നു എന്നതുകൊണ്ട് ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ ആയത്തു ദൈനാണ്. നിസ്കരിക്കുന്നത് പഠിപ്പിക്കുന്നതല്ല, നോമ്പ് നോൽക്കുന്നത് പഠിപ്പിക്കുന്നതല്ല, ഹജ്ജ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നതല്ല, സക്കാത്ത് കൊടുക്കുന്നത് പഠിപ്പിക്കുന്നതല്ല, മറിച്ച് കടം എങ്ങനെ എഴുതി വെക്കണം എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും എഴുതി രേഖപ്പെടുത്തി ഞാൻ നേരം വിളിക്കുമ്പോൾ എഴുന്നേൽക്കാതെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയാൽ, എൻ്റെ ഭാര്യയ്ക്കും കുട്ടിയൊക്കെ എടുത്ത് നോക്കിയാൽ എൻ്റെ കടം എത്രയുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്ന രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് മയ്യത്തുണ്ടെന്ന് പറയുന്ന ഏർപ്പാടായിട്ട് നമ്മൾ കാണരുത്. അത് മക്കളുടെ ബാധ്യത നിർവഹിക്കുന്നവർ, നമ്മൾ നമ്മുടെ ബാധ്യത നിർവഹിച്ചോ എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മൾ നമ്മുടെ സ്വന്തത്തോട് ചോദിക്കുക, ആ രൂപത്തിൽ കൃത്യമായ ഒരു രേഖപ്പെടുത്തലുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഇത് അവിടെ സാമ്പത്തികമായ ഇടപാടുകളിൽ അവിടെ മാത്രമല്ല, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഹലാലിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ടായല്ലോ. ആളുകൾ ഹലാൽ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ചിന്തിച്ചത് എന്താണ്? ബിസ്മില്ല അറുത്ത ഇറച്ചിയാണോ അല്ലേ എന്നുള്ളത് മാത്രമാണ്. ഹലാൽ ചിക്കൻ എന്നൊക്കെ ബോർഡ് വെച്ച ആൾക്കാർക്ക് അത്രേ ചിന്തയുള്ളൂ. ഹലാലിനെ കുറിച്ച് നമ്മൾ അത്രേ ചിന്തിച്ചുള്ളൂ. മറ്റുള്ളവരും ചിന്തിച്ചത് അങ്ങനെയാണ്. പക്ഷെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞൊരു അനുഭവമുണ്ട്. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മുടി ജട പിടിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ദീർഘനേരം യാത്ര ചെയ്തിരിക്കുന്നതിൻ്റെ അടയാളങ്ങളുണ്ട്. അദ്ദേഹം യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഹറാമാണ്, അദ്ദേഹത്തിൻ്റെ പാനീയം ഹറാമാണ്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വളർന്നു വന്നിരിക്കുന്ന ഓരോ കോശങ്ങളും നിഷിദ്ധമായ രൂപത്തിലുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം എത്ര യാ റബ്ബി വിളിച്ചാലാണ് ഉത്തരം കിട്ടുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തേ കാരണം? നമ്മൾ സമ്പാദിച്ച മാർഗം ശരിയല്ല എങ്കിൽ അതിലൂടെ കഴിക്കുന്ന ഭക്ഷണം പോലും ഹലാലല്ല എന്ന വലിയ ഒരു ആശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ സഹാബ വനിതകൾ രാവിലെ ഉപജീവന മാർഗം തേടിക്കൊണ്ട് പുറത്തു പോകുന്ന സ്വന്തം ഭർത്താവിനെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് പറയുന്ന ഉപദേശം നമുക്ക് സഹാബാക്കളുടെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. സ്വന്തം ഭർത്താവിനോട് പറയാണ്, ഇത്തഖില്ലാഹ ഇയ്യാക വകസ്ബൽ ഹറാം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. പോരാ, ഹറാമായ മാർഗത്തിലൂടെയുള്ള ധനസമ്പാദന മാർഗത്തെയും സൂക്ഷിക്കണം. ആരാണീ പറയുന്നത്? ആരോടാണ് ഈ പറയുന്നത്? സ്വഹാബ വനിതകൾ
സ്വന്തം ഭർത്താക്കന്മാരോട് സ്നേഹപൂർവ്വം രാവിലെ എഴുന്നേറ്റ് ഉപജീവന മാർഗം തേടി കച്ചവടത്തിനോ തൊഴിലെടുക്കുവാനോ കൃഷിക്കോ മറ്റ് ഏർപ്പാടുകൾക്കോ ഉപജീവന മാർഗത്തിന്റെ വിവിധ വഴികളിലേക്കോ കടന്നു പോകുമ്പോൾ, ആ മാർഗത്തിൽ കടന്നു പോകുമ്പോൾ അവരോട് പറയുന്നത്, വൈകുന്നേരം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന സമ്പത്ത് പൂർണ്ണമായും ഹലാലായിരിക്കണം. ഹറാമായിരിക്കുന്ന മാർഗത്തിലൂടെ സമ്പാദിച്ചതുമായി വീട്ടിലേക്ക് തിരിച്ചു വരരുത്. ധീരമായി ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയും. എന്തുകൊണ്ടാണ് സ്വഹാബ വനിതകൾ അത് പറഞ്ഞത്? അവരതിന് പറഞ്ഞിരിക്കുന്ന ന്യായം എന്താണെന്നറിയാം. ഇന്നാ നസ്ബിർ വലൽ ജൂ, വിശപ്പ് എത്ര വേണമെങ്കിലും ഞങ്ങൾ സഹിച്ചു കൊള്ളാം. ലാ നസ്ബിർ അലന്നാർ, പക്ഷെ നരകാഗ്നി ആകുമ്പോൾ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. മനസ്സിലായോ ആശയം എന്താണ്? നിങ്ങൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച് പലിശ വാങ്ങിയിട്ടോ കൈക്കൂലി വാങ്ങിയിട്ടോ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടോ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചോ മറ്റുള്ളവരെ ചതിച്ചോ വഞ്ചിച്ചോ ചൂഷണം ചെയ്തോ മോഷണം നടത്തിയോ സമ്പാദിച്ചുകൊണ്ട് തിരിച്ചു വന്നാൽ, ആ പണം കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സാധനവുമായി കടന്നു വന്നാൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 50 രൂപയുടെ കപ്പയും 50 രൂപയുടെ മത്തിയുമായി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അതുപോലും ശുദ്ധമായ നിലയ്ക്ക് സമ്പാദിച്ചതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ തിരിച്ചു വരാകൂ എന്ന് പറയാൻ നമ്മുടെ ഭാര്യമാർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? നോമ്പ് നമുക്കുണ്ടാക്കേണ്ട മാറ്റം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 6:38 നോമ്പ് തുറക്കേണ്ട സമയമെങ്കിൽ 6:37 ഞാനും നിങ്ങൾ ഒരു തുള്ളി വെള്ളം കുടിക്കുമോ? 6:38 39 കാത്തിരിക്കുമോ? ഇല്ലല്ലോ. മുജാഹിദുകളായ നമ്മാരും കാത്തിരിക്കില്ല. എന്താ കാരണം? നോമ്പ് തുറക്കാൻ സമയമായാൽ അതിൽ ധൃതി കാണിക്കുകയാണ് പുണ്യം, നമുക്കറിയാം. അതുകൊണ്ടാണ്. അല്ലെ 13 മണിക്കൂർ പട്ടിണി നമുക്ക് എന്താ 6 മണിക്കൂർ കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ പോലെ ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ നമ്മളാരെയും ചെയ്യില്ല. എന്താ കാരണം? നോമ്പ് തുറക്കാൻ സമയമായാൽ അതിൽ ധൃതി കാണിക്കുന്നതാണ് പുണ്യം, നമുക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും കൃത്യത പാലിക്കുന്ന നമ്മൾ ഒരു നയാ പൈസ സമ്പാദിക്കുന്നിടത്ത് അത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിശോധിക്കാറുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ പോക്കറ്റിലിരിക്കുന്ന 1 രൂപ നാണയത്തൊട്ട് ഞാൻ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണ്, അതിൽ ഹറാമിൻ്റെതായ യാതൊരു വശങ്ങളുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ ഇല്ലേ എന്ന് കൂടി നമ്മൾ പരിശോധിക്കുക. അവിടെ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഉണ്ടാവേണ്ട ജീവിത വിശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ സാമ്പത്തികമായ വരുമാനമുള്ള ആളുകളൊക്കെ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ സമർപ്പിക്കുന്ന, അതൊക്കെ കൃത്യമായിട്ട് ഫെബ്രുവരി മാസത്തെ പെൻഷനും ശമ്പളമൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കൊടുത്തു കൂട്ടുന്ന ഒരു തിരക്കിലാണ്. മാർച്ച് 31 ആകുമ്പോഴേക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യണം. സാമ്പത്തികമായിട്ടുള്ള നമ്മളെല്ലാ അത്തരത്തിലുള്ള ഇടപാടുകൾ. ശരി, അതോടൊപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എൻ്റെ ഈ കഴിഞ്ഞ റമദാനിന് ഞാൻ സക്കാത്ത് കൊടുത്തു. നമ്മൾ വർഷം റമദാൻ കണക്കാക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ ആവണമെന്നില്ല, ഓരോന്നിനും ഓരോ ഇതാണ്. എങ്കിലും നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്നൊരു പ്രവണത അനുസരിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ആലോചിക്കുക, എനിക്ക് എന്തെല്ലാം വരുമാന മാർഗങ്ങളുണ്ട്? നാണയ സമ്പത്തിലൂടെ എത്ര ലഭിക്കുന്നുണ്ട്? കാർഷിക സമ്പത്തിലൂടെ എത്ര ലഭിക്കുന്നുണ്ട്? പിന്നെ കാലി സമ്പത്ത് നമ്മുടെ നാട്ടിലിപ്പം പ്രധാനമായ ഒരു വരുമാന മാർഗമല്ല. അത് വരുമാന മാർഗമാകാൻ സ്വീകരിക്കുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അവരും ഏതുമാകട്ടെ, ആ നിലക്ക് അതിൻ്റെ നിസാബ് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നമ്മളൊക്കെ സാധാരണ പറഞ്ഞു വരാറുള്ള അനിവാര്യമായിരിക്കുന്ന നമ്മുടെ ചെലവുകൾ എത്രയാണോ ഉള്ളത്, ആ അനിവാര്യമായ ചെലവുകൾ ഒഴിവാക്കി ബാക്കിയുള്ള തുകക്ക് പൂർണ്ണമായും ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കുമോ ഇല്ലേ? 2.5% ആണെങ്കിൽ 2.5%, 5% ആണെങ്കിൽ 5%, 10% ആണെങ്കിൽ 10%. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഇൻകം ടാക്സിന്റെ റിട്ടേൺ എഴുതി തയ്യാറാക്കി സമർപ്പിക്കുന്നത് പോലെ സക്കാത്തിന്റെ ഒരു റിട്ടേൺ എഴുതി തയ്യാറാക്കാൻ ഞാനും നിങ്ങളും ആലോചിക്കാറുണ്ടോ ഇല്ലേതാ ചോദിച്ചത്. സക്കാത്ത് കമ്മിറ്റിക്കാർ വന്നിട്ട് 1000-2000 കൊടുത്തോന്ന് ചോദ്യമല്ല, അതല്ല സക്കാത്ത്. അത് നമ്മളുടെ വരുമാന മാർഗം നിശ്ചിത പരിധി എത്തുമ്പോൾ അതിൽ നിന്ന് നിശ്ചിത വിഹിതം മാറ്റിവെക്കണം. അത് നമ്മൾ നിസാബ് എന്ന് പറയും, അതിന്റെ വിഹിതം എന്ന് പറയും. അപ്പോൾ നമ്മുടെ വരുമാനം ആ പരിധി എത്തിയിട്ടുണ്ടോ, അത് നമുക്ക് ഏതെല്ലാം ഡിഡക്ഷനുകളുണ്ട്, ആ ഡിഡക്ഷനൊക്കെ കഴിച്ചിട്ട് ബാക്കി എത്രയ്ക്ക് ഞാൻ സക്കാത്ത് കൊടുക്കണം, ആ സക്കാത്ത് എത്ര ശതമാനം ഉണ്ടാകും, ആ ശതമാന കണക്കിൽ എത്ര രൂപയുണ്ടാകും എന്ന് തീരുമാനിച്ച് അത് വേറൊന്ന് മാറണം. അത് നമ്മുടെ സമ്പത്ത് പിന്നെ ഉണ്ടാകരുത്.
എന്നിട്ട് അത് നമ്മുടെ നാട്ടിൽ ഉത്തരവാദപ്പെട്ട അതിനു വേണ്ടിയുള്ള സക്കാത്ത് കമ്മിറ്റികളോ അങ്ങനെ ഉത്തരവാദപ്പെട്ടവരാണല്ലോ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ബാധ്യത തീർന്നു. ആ ഒരു സംവിധാനത്തിലേക്ക് ഉയരാൻ വളരെ കാലമായി മുജാഹിദുകളായിരിക്കുന്ന നമുക്ക് പോലും സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ആലോചിക്കുക. ഞാനൊരു മുജാഹിദ് പാരമ്പര്യ മഹലിലാണ് ജനിച്ചു വളർന്നതും ജീവിക്കുന്നു. ഇപ്പോഴും ബാക്കി എല്ലാം റെഡി ആയിട്ടും റെഡി ആവാതെ പോകുന്നത് ഈ ഒരു കാര്യമാണ്. പള്ളിയൊക്കെ ഉഷാറായി, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായി, ജുമാ ഖുതുബയൊക്കെ എന്നോ മലയാളത്തിലായി, ബാക്കിയുള്ള ഏർപ്പാടുകളും മദ്രസ സംവിധാനങ്ങളൊക്കെ നമ്മൾ മെച്ചപ്പെടുത്തി. പക്ഷെ സക്കാത്തിൻ്റെ ശേഖരണ വിതരണ ക്രമം ഇപ്പോഴും വേണ്ട രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പലയിടത്തും. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല. വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ പള്ളിയിലേക്ക് വരുന്നത്. മുമ്പ് സജീവമായ പല സന്ദർഭങ്ങളിലും വന്നിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ സംഘടനാപരമായ കാരണങ്ങൾ കാരണം പിന്നെ ഇപ്പോഴാണ് എനിക്ക് വരാനൊരു അവസരം ഉണ്ടായത്. അൽഹംദുലില്ലാഹ്, ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മഹലിൽ നമ്മൾ ആലോചിക്കുക. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മുടെ ഈ വർഷത്തെ സക്കാത്തിൻ്റെ ശേഖരണ വിതരണ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കാൻ നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കും. നമ്മൾ റമദാൻ്റെ മുന്നൊരുക്കത്തിൽ നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് ആളുകളായിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ ആവശ്യമുണ്ട്. അതിൽ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിഹിതം എത്രത്തോളം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ചെലവഴിക്കാൻ അത്യാവശ്യമായിരിക്കുന്ന മാർഗങ്ങളുണ്ട്. ഉപജീവന മാർഗത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപജീവനത്തിൻ്റെ വഴി തുറന്നു കൊടുക്കാൻ എന്തെല്ലാം വഴികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. കൃത്യമായ ഒരു പ്ലാനിങ്, ഒരു പദ്ധതി നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിച്ചാൽ വലിയ ഒരു മാറ്റം അതുകൊണ്ടുണ്ടാകും. അപ്പോൾ സാധാരണ ഒരു സദഖയെന്നോ ദാനധർമ്മമെന്നോ ഉള്ള കാഴ്ചപ്പാടിനപ്പുറം നിർബന്ധദാനം എന്ന നിലക്ക് നമ്മുടെ വരുമാനം നിശ്ചിത പരിധി എത്തുമ്പോൾ അതിൽ നിശ്ചിത വിഹിതം മാറ്റിവെക്കുന്നതാണ് സക്കാത്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒരു നിലക്ക് പറഞ്ഞാൽ 1000 രൂപ ഞാൻ സമ്പാദിക്കുമ്പോൾ അല്ലെങ്കിൽ 1000 രൂപ എൻ്റെ കൈവശം അങ്ങനെ ഉണ്ടായിത്തീരുമ്പോൾ, ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യ ചെലവുകൾ വെച്ച് 1000 രൂപ നമ്മുടെ അടുത്ത് മിച്ചമുണ്ടായാൽ അതിൽ 25 രൂപ എൻ്റേതല്ല, ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരുടെ അവകാശമാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. നമ്മുടേതല്ല എന്ന് പറയാം. ആ രൂപത്തിലുള്ള ഒരു മാറ്റം, അത് എൻ്റെതല്ല മറ്റുള്ളവരുടെ ഹക്കാണ് എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ഒരു മഹല്ല് എന്ന നിലക്ക്, നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക് നമുക്ക് ആ രൂപത്തിൽ ഈ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ സാധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് നമ്മുടെ ഒരു വിലയിരുത്തൽ സക്കാത്തിനെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ നോമ്പിനെ സാധനം ചെയ്യുമ്പോൾ നമ്മുടെ മഹല്ലുകളിൽ യഥാർത്ഥത്തിൽ ഇപ്പം കൊറോണയും മറ്റു പ്രതിസന്ധിയും കാരണങ്ങളൊക്കെ പലതും ഉണ്ടാകും. നേരത്തെ നമ്മൾ കാണുന്ന മാതിരിക്കല്ല, വീട് നോക്കിയാൽ മതിയാവില്ല. നമ്മൾ ശരിക്കും ഒരു സ്റ്റഡി നടത്തണം, ഒരു സർവേ. എന്താണ് ഓരോ വീട്ടിലെയും അവസ്ഥ? ഈ റമദാനിൽ പട്ടിണി കിടക്കേണ്ട ഒരൊറ്റ വീട്ടുകാരും നമ്മുടെ മഹലിലില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മളതിന് വേഗം മറുപടി ഒരു 100 കിറ്റ് ഉണ്ടാക്കിയിരുന്നു, അത് 100 ആൾക്ക് കൊടുത്ത് കഴിഞ്ഞ കഥ. അത് ഒരു സ്വാഭാവികം. എന്താ ഞാൻ പറയാം, നമ്മൾ അങ്ങനെ ഒരു കിറ്റ് കൊടുക്കുക എന്നുള്ളൊരു സാധാരണ ഒരു ആചാരം പോലെ അങ്ങനെ ചെയ്തു വരുന്നേ ഉള്ളൂ. പൂർണ്ണമായി സ്റ്റഡി ചെയ്തിട്ടൊന്നല്ല നിർവഹിക്കാം. ഇത്ര കിറ്റുണ്ട്, അതൊരു കിറ്റ് ഇത്ര ആളുകൾ ആരൊക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം നമ്മുടെ ബാധ്യത അവസാനിക്കുന്നില്ല. നമ്മുടെ മഹല്ലിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പഠിക്കണം. നേരത്തെ ഒരുപക്ഷെ നല്ല ഗൾഫായിരിക്കും, അന്ന് ഒരുപക്ഷെ നല്ല വരുമാനം ഉണ്ടാവും, അന്ന് നല്ല വീടും കയറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം വീട്ടിൽ പട്ടിണിയായിരിക്കും, നമുക്കറിയാം. അതാണല്ലോ സക്കാത്തിൻ്റെ വിഹിതത്തിൽ മിസ്കീൻ എന്നൊരു വകുപ്പ് തന്നെ അള്ളാഹു നമുക്ക് നീക്കി വെച്ചത്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ജീവിക്കുകയും ആരോടും ചോദിക്കാതിരിക്കുകയും തൻ്റെ പ്രയാസങ്ങൾ കടിച്ചൊതുക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടെത്തി സഹായിക്കണം എന്നതുകൊണ്ടാണ് ഫഖീർ മിസ്കീനുള്ള 2 വകുപ്പ് സക്കാത്തിൻ്റെ അവകാശികളുടെ കൂടെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ആ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും വീട്ടുകാരുണ്ടെങ്കിൽ അവരുടെ പ്രയാസം ദൂരീകരിക്കാൻ എന്ത് വേണമോ, ഒരു 500 റുപ്യൻ്റെ കിറ്റ് കൊടുത്തുകൊണ്ട് മാത്രം തീരുന്നതല്ല അവരുടെ പ്രയാസം. എന്താണോ അവർക്ക് വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ നമ്മുടെ മഹല്ല് സന്നദ്ധമാണ്
എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മഹല്ലുകളിൽ മറ്റ് നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഭക്ഷണത്തിന് മാത്രമായിരിക്കില്ല. ഇപ്പം പഠനം, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ മറ്റേതെങ്കിലും രോഗം കാരണം ഒരുപാട് ഭയങ്കര സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പം രോഗങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടോ എന്നുകൂടി നമ്മൾ പഠിക്കുക. അത് റമദാനിൽ മാത്രമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ പട്ടിണി കിടക്കുന്നു, നമ്മൾ വിശപ്പറിയുന്നു, നമ്മൾ ദാഹമറിയുന്നു, നമ്മൾ അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ സഹജീവികളെ സഹായിക്കാനുള്ള സന്നദ്ധതയും അനുകമ്പയും സ്വാഭാവികമായും നമ്മിലുണ്ടായിത്തീരുന്നു. ഈ സ്വാഭാവികമായ അനുകമ്പയെ, കാരുണയെ നമുക്ക് ഫലപ്രദമായി മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ റമളാനിൻ്റെ മുന്നൊരുക്കം എന്ന നിലക്ക് നമ്മൾ നോമ്പെടുക്കാൻ തയ്യാറാകുന്നു, നമ്മുടെ കുട്ടികളെ നോമ്പെടുപ്പിക്കാൻ തയ്യാറാകുന്നു, നമ്മൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു, പള്ളിയിൽ നമ്മൾ ഇമാമിനെ വെക്കുന്നു, മറ്റു കാര്യങ്ങൾ സജീവമായ തറാവീഹ് നമസ്കാരം നടക്കുന്നു, അതിൽ ആളുകൾ പങ്കെടുക്കുന്നു, ഒക്കെ അതേപോലെ സജീവമായി നിർവഹിക്കുന്നതോടൊപ്പം നമ്മുടെ മഹല്ലത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഫലപ്രദമായി നടപ്പാക്കുവാനുള്ള സംവിധാനം ഒരുക്കാൻ നമ്മൾ വ്യക്തമായ പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അപ്പം അതിന് ആ നിലക്ക് നമ്മൾ പരിശോധിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സ്വന്തമായി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സബർ, അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ പക്ഷാത്തരിക്കുന്നത്. തൗബയെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ട് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. കാരുണ്യം, റഹ്മത്ത്, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ദിക്റുകൾ, ദുആകൾ, അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കാനുള്ള അവസരം, അത് നമ്മൾ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുപോലെ തിലാവത്ത് ഖുർആൻ പാരായണം, അതിനുവേണ്ടി പരമാവധി സമയം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഖുർആൻ അവതീർണമായിരിക്കുന്ന മാസം എന്ന നിലക്ക് ഖുർആനിൻ്റെ സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ട് ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ അങ്ങേയറ്റം ഖുർആനുമായി നമ്മുടെ മനസ്സിനെ ബന്ധപ്പെടുത്താൻ ഈ ഒരു മാസക്കാലം നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിക്കാം. അപ്പോൾ ഖുർആൻ പരിഭാഷകൾ വായിക്കാം, ഖുർആൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം, ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യാം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്താം. ഇത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് കുറേ ഗുണവും കുറേ ദോഷവും. അതിലുള്ള ഒരു ഗുണമാണ് ഓൺലൈനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടതൊക്കെ ലഭിക്കാൻ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ട് തന്നെ സാധിക്കും. ആരുടെ പ്രസംഗം വേണേൽ നമുക്ക് കിട്ടും, ആരുടെ ഖുർആൻ ക്ലാസ് വേണേൽ കിട്ടും, ആരുടെ നല്ല ഖിറാഅത്തുകൾ കിട്ടും, ഏറ്റവും നല്ല പാരായണം കിട്ടും, അങ്ങനെ പലതുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ ഫലപ്രദമായിട്ട് നമുക്ക് അതിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിൻ്റെ ദോഷമാണ് ഇതിൻ്റെ തിന്മകളിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ പോയി. ഓൺലൈൻ ക്ലാസ്സിനും പറഞ്ഞിട്ട് ഫോണും കൊണ്ട് കുട്ടികൾ പല ഭാഗത്തേക്കും തെറ്റായി പോയി എന്നത് വേറൊരു വിഷയമാണ്. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിക്കുവാനുള്ളത് നന്മയുടെ വശങ്ങളെ പരിപോഷിപ്പിക്കുവാനും വളർത്തിയെടുക്കുവാനും അതിനെ വേണ്ട രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ആ നിലക്ക് നമ്മൾ ഈ സന്ദർഭത്തിൽ റമദാനിൻ്റെ ഒരു പ്ലാനിങ്, ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് ഖുർആൻ പാരായണത്തിൽ കൃത്യമായി ഇത്ര പ്രാവശ്യം ഞാൻ ഖുർആൻ ഓതി തീർക്കും, ഖത്തം തീർക്കും. നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു പരിപാടി ഉണ്ടാവണം, ഞാൻ എന്ത് ചെയ്യുമെന്നൊരു തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ നോമ്പിനെ സജീവമാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഒന്നിച്ചിരുന്നിട്ട് ഖുർആൻ പരിഭാഷ വായിക്കാം. ഇപ്പോൾ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഇന്ന് നമ്മുടെയൊക്കെ വീടുകൾ ഏറെക്കുറെ ഉള്ളൊരു സംഗതിയാണ്. പക്ഷേ അതുപോലെ പൊടി പിടിച്ച് കളിക്കാൻ എപ്പോഴെങ്കിലും അത്യാവശ്യത്തിന് മാത്രം മറച്ചു നോക്കുകയുള്ളൂ. ഇപ്പോൾ നോമ്പാകുമ്പോൾ നമുക്ക് സജീവമായിട്ട് നോക്കാം. നമ്മുടെ ചില പദ്ധതികളുണ്ടായല്ലോ, നമ്മുടെ സംഘടന വെളിച്ചം തുടങ്ങിയ ചില പദ്ധതികൾ നടപ്പാക്കി. ഈ വെളിച്ചം പദ്ധതി ഉണ്ടായപ്പോൾ ഞാൻ ഇതിൽ കണ്ട ഒരു മെച്ചമുണ്ട്. ഈ വെളിച്ചം പദ്ധതി വേറൊന്നുമല്ല, അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലെ ചില സൂറത്തുകളുടെ അർത്ഥം പ്രത്യേകം എടുത്തിട്ട് ഓരോ സന്ദർഭങ്ങളിലായി കൊടുത്ത് അതിന് പരീക്ഷ വെച്ചു എന്നുള്ളതാണ്. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1975 SSLC കഴിഞ്ഞ ഉടനെ ഞാൻ അമാനി മൗലവിയുടെ പരിഭാഷ വാങ്ങാൻ തുടങ്ങി. ഇതുപോലെ കുത്തുബൊക്കെ ക്ലാസ്സിനോട്ട് വരുമ്പോൾ അങ്ങനെ മറച്ചു.
ഇത് പൂർണ്ണമായിട്ടും ഒരു അധ്യായം 4-5 തവണ വായിച്ചത് എപ്പോഴാണെന്നറിയോ? വെളിച്ചം വന്നിട്ടാണ്. എന്താ കാരണം? അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി ഒരു പ്രാവശ്യം വായിച്ചാൽ കിട്ടൂല. 100 മാർക്കും കിട്ടണമല്ലോ. 100 മാർക്ക് നമ്മളൊക്കെ വാങ്ങാറുണ്ട്. അപ്പം എന്തായി? 3-4 തവണ, ചിലപ്പോൾ 5 തവണയൊക്കെ ഒരു സൂറത്ത് ഇങ്ങനെ നിരന്തരം വായിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തും. ഞാനിതിനെ കുറ്റപ്പെടുത്തിയല്ല, പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതേ പരിഭാഷ എത്രയോ കൊല്ലം മുമ്പ് എൻ്റെ അളമാരി കിടക്കുന്നുണ്ട്. അതിൽ ഒരു സൂറത്തെടുത്ത് പൂർണ്ണമായിട്ട് ഒരു നോമ്പിനെങ്കിലും വായിച്ചു തീർക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഈ മത്സരവും മാർക്കും മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അത് പ്രോത്സാഹനത്തിന് ഞാൻ അതിനെ അംഗീകരിക്കുന്നു, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതില്ലാതെ നമ്മൾ എത്രത്തോളം അതിൽ താല്പര്യം കാണിച്ചു. നമ്മുടെ ഭാര്യമാരൊക്കെ ചിലപ്പോൾ നമ്മൾ വായിച്ചില്ലേ, നമ്മുടെ ഭാര്യമാരൊക്കെ വായിച്ചിരിക്കും. വെളിച്ചം പുസ്തകം കൊണ്ടുപോയിട്ട് 4-5 തവണ വായിക്കാത്ത ഒരൊറ്റ പെണ്ണുങ്ങളും ഇല്ല നമ്മുടെ വീട്ടിൽ. കാരണം അവർ 100 മാർക്ക് വാങ്ങിയിട്ടുമുണ്ട്, ഒറ്റയും തെറ്റാതെ അവിടെ ഉത്തരം ചെയ്യുന്നു. അതേസമയം നമ്മൾ ആലോചിക്കണമല്ലോ, ആ പരിഭാഷ അതിന് മുമ്പും ശേഷവും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിട്ട് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. അല്ലെങ്കിൽ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അത് മാനവതയ്ക്ക് മുഴുവനും മാർഗദർശനമാണ്, സത്യാസത്യ വിവേചനത്തിനും അതിൻ്റെ വ്യക്തമായ സ്പഷ്ടമായ മാർഗരേഖയാണ് എന്ന ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിരിക്കുന്ന ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ വെളിച്ചം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഖുർആന്റെ യഥാർത്ഥമായ വെളിച്ചം മിനദ്ദുലുമാത്തി ഇലന്നൂർ, സകലമായ അന്ധകാരങ്ങളിൽ നിന്നും ഇരുട്ടുകളിൽ നിന്നും നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആ പ്രോജ്വലമായ പ്രകാശം, അത് ഖുർആനിൽ നിന്ന് പകർന്നെടുക്കണം എന്ന അദമ്യമായ ആഗ്രഹത്തോടു കൂടി ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ഖുർആൻ പരിഭാഷ വായിച്ചു? അവിടെയാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലെ കാര്യങ്ങൾ നമുക്ക് നിമിത്തമാകുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ്. കാരണം അങ്ങനെ നിമിത്തം ഉണ്ടായപ്പോൾ നമ്മൾ വായിക്കാൻ തുടങ്ങിയല്ലോ. പക്ഷെ അത് അവിടെ നിർത്തരുത്, അതിന് ഫോളോ അപ്പ് ഉണ്ടാകണം. വെളിച്ചത്തിൻ്റെ പുസ്തകത്തിൽ ഉത്തരം എഴുതാനില്ലെങ്കിൽ അടുത്ത സൂറത്ത് നമ്മൾ വായിക്കണം. അടുത്ത സൂറത്തിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അടിയന്തരമായിട്ടും ഖുർആൻ പഠിക്കുന്നിടത്ത്, ഖുർആൻ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ അതിന് വേണ്ട സംവിധാനങ്ങളില്ലാക്കണം. ഇനി ഒരു മഹല്ലത്ത് എന്നുള്ള നിലക്ക് വേറൊരു നിലക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഇത്തരം പരിഭാഷകളില്ലാത്ത വീടുകളും നമ്മുടെ മഹലിലുണ്ടാവും. അവർക്കത് ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഏത് നിലക്കാണ് അവർക്ക്? ഒന്നുകിൽ ഗഡുവായിട്ട് ഇപ്പം 3000-4000 റുപ്യൊക്കെ ഒന്നിച്ചടച്ച് വാങ്ങാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. ഗഡുവായിട്ട് പൈസ വാങ്ങിയിട്ട് അവർക്ക് പരിഭാഷ എത്തിക്കാനൊരു സംവിധാനം. അതിനും ഗഡുവായിട്ട് തരാൻ കഴിയാത്ത ആൾക്ക് ഫ്രീ ആയിട്ട് വേറെ ആളുകൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ള എത്രയോ ആൾക്കാരുണ്ട്. ചിലപ്പോൾ 1000 റുപ്യ കൊടുക്കുന്നതിനേക്കാളും വലിയ ഉപകാരമായിരിക്കും 1000 റുപ്യേൻ്റെ പരിഭാഷ വാങ്ങിക്കൊടുത്താൽ. കാരണം അത് എന്നും അയാൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അയാൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ രൂപത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ റമളാനിൻ്റെ ഒരു മാസക്കാലം എല്ലാ അർത്ഥത്തിലും നോമ്പെടുക്കുക, പട്ടിണി കിടക്കുക എന്നതിലപ്പുറം അതിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റത്തിനും പരിവർത്തനത്തിനും സന്നദ്ധമാകുന്ന രൂപത്തിൽ അതിനെ സ്വീകരിക്കും, അതിനെ സ്വാഗതം ചെയ്യുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ നിങ്ങളെക്കാൾ ഒരുപാട് കാഴ്ചപ്പാടുകളുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെന്ന് എനിക്കറിയാം. അതിനേക്കാൾ ചിന്തിക്കാൻ കഴിയുള്ളവരാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മൾ പങ്കുവെക്കുക. നമ്മുടെ മഹല്ലത്തുകളിൽ നമ്മൾ മഹല്ല് കമ്മിറ്റി മീറ്റിംഗ് കൂടണം, നമ്മുടെ സംഘടനയുടെ യോഗം ചേരണം, റമദാനിനെ എങ്ങനെ സ്വാഗതം ചെയ്യണം ആലോചിക്കുക. നോമ്പർക്ക് എന്ത് വിഭവം ഉണ്ടാക്കുമെന്ന് മാത്രം ആലോചിക്കാൻ വേണ്ടിയല്ല, അതതിൻ്റെ ഒരു ഭാഗമാണ്. പള്ളിയിൽ നോമ്പുണ്ട്, അത് ഭംഗിയായി സംഘടിപ്പിക്കണം, അതിൻ്റെ ഒരു ഭാഗം മാത്രം. അതോടൊപ്പം ബാക്കി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ മഹല്ലത്തിൽ ഈ ഒരു നോമ്പ് കാലം ഊർജ്ജസ്വലമായി കടന്നു പോകാൻ അവർക്ക് എന്തെല്ലാം ഹെൽപ്പുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അത് മതപരമായി പഠിക്കാനുള്ള കാര്യങ്ങളും മതപരമായി ചെയ്യാനുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളിടത്തും സാമൂഹ്യമായ അവരുടെ കടപ്പാടുകൾ നിർവഹിക്കാനുള്ളിടത്തുമൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചുകൊണ്ട് അതിനെ വേണ്ട രൂപത്തിൽ നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്ന്, പള്ളിയുമായുള്ള നമ്മുടെ ബന്ധം റമളാനിൽ നമുക്ക് ഏറെ കൂടുതൽ കാണാൻ സാധിക്കുന്നതാണ്. നാളെ പരലോകത്ത് അർശിൻ്റെ തണൽ നൽകുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് പള്ളിയുമായി ബന്ധപ്പെട്ടവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ആ ഒരു ബന്ധം പള്ളിയുമായി ഉണ്ടാക്കി തീർക്കുവാൻ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളൊക്കെ അത്യാവശ്യം പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെടും. പ്രായമുള്ള നമ്മളൊക്കെ ഏറെ സജീവമാണ്. പല പള്ളികളിലും ചെന്നാലും
പ്രായമുള്ള ആളുകൾ സജീവമായിട്ടുണ്ടാകും. പക്ഷേ പലയിടത്തും യുവാക്കളെ കാണുന്നില്ല, കുട്ടികളെ കാണുന്നില്ല. കുറച്ചൊക്കെ നോമ്പിന് വരും, പിന്നെ ഇല്ലാണ്ടാകും. ഇത് വലിയൊരു വിഷയം തന്നെയാണ്. നമ്മൾ അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ പള്ളിയിൽ 200ഓളം സ്ത്രീകൾക്ക് ഒരേ സമയത്ത് ജുമയ്ക്ക് പങ്കെടുക്കാൻ സൗകര്യമുണ്ട്. 300-ൽ പരം വീടുകളുണ്ട്. വളരെ പാരമ്പര്യ മുജാഹിദ് മഹല്ലാണ്. ധാരാളം സ്ത്രീകൾക്ക് വരാൻ സൗകര്യമുണ്ട്. പക്ഷേ ഉപയോഗപ്പെടുന്നവർ വളരെ കുറവാണ്. ഇപ്പോഴും സ്ത്രീകൾ ആ ഒരു ബോധത്തിലേക്ക് ഇങ്ങോട്ട് മാറിയിട്ടില്ല. കൊറോണയും കൂടി വന്നപ്പോൾ ഒന്നുകൂടി ലോക്ക്ഡൗണായി. പള്ളിയിൽ പോകേണ്ടതില്ല, ജുമയിൽ പങ്കെടുക്കേണ്ടതില്ല, ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതില്ല, അടുത്ത് നിൽക്കേണ്ടതില്ല എന്നൊക്കെയുള്ളൊരു ധാരണ അങ്ങ് വളർന്നുപോയി. അതിനങ്ങോട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. ആകെ ഈ കൊറോണ വൈറസ് പള്ളിയിൽ മാത്രമാണ് തോന്നിപ്പോകുന്നിടത്താണ് പലയിടത്തുള്ളത്. എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം നമ്മുടെ മഹല്ലത്തുകളിൽ, നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഒരു നവോത്ഥാനം പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ മഹല്ലത്തിൽ നമുക്കറിയാം, നമ്മുടെ ആദർശ ബന്ധുക്കളായ നമ്മുടെ വീടുകളിൽ പോലും പലപ്പോഴും പല ഭാഗത്തും നമ്മൾ വിവാഹം കഴിച്ച് കൊണ്ടുവരാറുണ്ട്. വിവാഹം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഭാര്യമാർ, അല്ലെങ്കിൽ നമ്മുടെ മരുമക്കൾ, നമ്മുടെ മക്കളുടെ ഭാര്യമാർ, ഇവരൊക്കെ പലപ്പോഴും ഇതൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ കൂടെ ബൈക്കിൻ്റെ മുകളിൽ എവിടെ പോരും, ഷോപ്പിങ്ങിന് പോരും, ടൂറിന് പോരും. ഇപ്പോഴും പള്ളിയിൽ പോരാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്. 10, 40, 50 കൊല്ലം എൻ്റെ ഭാര്യയായിട്ട് എന്നോടൊപ്പം ജീവിച്ചിട്ട് എൻ്റെ കൂടെ എല്ലായിടത്തും ഞാൻ കൊണ്ടുപോയിട്ട് പള്ളിയിലേക്ക് മാത്രം കയറ്റാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ടോ എൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം? അതെന്തുകൊണ്ട്? നമ്മുടെ ഭാര്യ ബാക്കി എല്ലാറ്റിനും എന്നോടൊപ്പം ഉണ്ട്. ഒരു നേൽ പോലെ എന്നെ പിന്തുടരുന്നു. പള്ളിയിലെ വാതിൽ കിടക്കില്ല. പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹിയാണ്, സംഘടനയുടെ ഭാരവാഹിയാണ്, ഒക്കെയാണ്. അല്ലെങ്കിൽ ഇതുപോലെ കുത്തുബ നിർവഹിക്കുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ്, ഒക്കെയാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ഭാര്യയെ ബോധവൽക്കരിക്കാൻ ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്ന അവസ്ഥയുണ്ടോ? ഞാൻ എൻ്റെ മഹലിലെ അവസ്ഥ വെച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പം വേഷവിധാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. കർണാടകയിൽ ഒരു പെൺകുട്ടി തക്ബീർ വായിക്കുന്നത് എത്ര ഗൗരവത്തോടു കൂടിയാണ് ലോകം ശ്രദ്ധിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ ഭാര്യയുടെ മാന്യമായ ഡ്രസ്സ് ഇടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ മൗലവിയ, ഞാൻ ഹത്തീബ, ഞാൻ പ്രഭാഷകനാ, ഞാൻ ഗവൺമെൻറ് ഉത്തരവാദപ്പെട്ട ഭാരവാഹിയാണ്. പക്ഷെ എൻ്റെ ഭാര്യനെ എപ്പോഴും മാന്യമായ ഡ്രസ്സ് ധരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ കർണാടകയിലെ പെൺകുട്ടിക്ക് സിന്ദാബാദ് വിളിച്ചിട്ട് കാര്യമുണ്ടോ? മദ്രസയിൽ കയറുമ്പം തലയിലുള്ളത് എടുത്ത് പിന്നെ കുത്താനും മദ്രസയിൽ ഇറങ്ങുമ്പം പിന്നെ അയക്കാനും പഠിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ട് പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ അങ്ങനെയാണ്. എന്താണ്? മദ്രസയിലേക്ക് പോകുമ്പോൾ പിന്നെ കുത്തുക, മദ്രസയിൽ ഇറങ്ങുമ്പോൾ പിന്നെ കഴിക്കുക, എന്നിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ തോളിലിടുക. നമ്മളാണ് ശിരോവസ്ത്രത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നോമ്പ് നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള മാറ്റമാണ്, പരിവർത്തനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള ആ ശക്തമായി സാദിഖുംബിൽ ഹൈറാത്തായിട്ട് എല്ലാ കാര്യങ്ങളിലും നന്മയിൽ മുന്നേറ്റം നടത്തുവാൻ നമ്മൾ താല്പര്യം കാണിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമുക്കറിയാം, ഒരു നോമ്പുകാരൻ്റെ സന്തോഷത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലിസ്വാഇമി ഫർഹത്താൻ. ഒരു 2 സന്തോഷാവസരങ്ങളുണ്ട്. ഒന്ന് ഫരിഹ ബി സൗമിഹി, നോമ്പ് കൊണ്ട് അവൻ സന്തോഷിക്കും. മറ്റൊന്ന് ഇദാ ലഖിയ റബ്ബഹു ഫരിഹ, അവൻ നോമ്പ് തുറക്കുമ്പോൾ, ഇദാ അഫ്തറ ഫരിഹ, നോമ്പ് തുറക്കുമ്പോൾ അവൻ സന്തോഷിക്കുന്നു. മറ്റൊന്ന് അള്ളാഹുവിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോൾ അവൻ സന്തോഷിക്കുന്നു. ഒരു നോമ്പുകാരൻ്റെ 2 സന്തോഷം. എന്താ ഇത് 2 തമ്മിലുള്ള ബന്ധം? നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്താ? വളർച്ച തിന്നാൻ കിട്ടിയതിനുള്ള സന്തോഷം അല്ലല്ലോ. എന്താ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം? അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ടൊരു നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. അതല്ലാത്തൊരു അനുഭവം. ആ നോമ്പിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി എൻ്റെ ജീവിതത്തിൽ ഒരു നോമ്പ് കൂടി എനിക്ക് നോറ്റുകൂട്ടാൻ സാധിച്ചുവല്ലോ എന്നുള്ള ആ അത്യധികം മാനസികമായ സന്തോഷമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതാണ് നോമ്പ് കൊണ്ടുണ്ടാകുന്ന 1ാമത്തെ സന്തോഷം. പക്ഷെ ആ സന്തോഷമുള്ള മനുഷ്യൻ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം,
അതിനെ നമുക്ക് തുലനം ചെയ്യാൻ, അതിനെ നമുക്ക് താദാത്മ്യം ചെയ്യാൻ മറ്റൊന്നുമില്ല. വല്ലാത്തൊരു മനോഹരമായിരിക്കുന്ന രംഗം. ആ ഒരു മഹത്തായ സന്തോഷത്തിനു വേണ്ടി ഇവിടെ ത്യാഗം സഹിക്കാൻ, ഇവിടെ കഷ്ടപ്പെടാൻ, ഇവിടെ പ്രയാസം അനുഭവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നു എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിക്കുന്ന അവസരമാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ആ ഒരു മഹത്തായ നേട്ടത്തിന് വേണ്ടി നാളെ വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആലോചിച്ചു. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന ഖുർആൻ സൂക്തം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പുണ്യം ചെയ്തിരിക്കുന്ന സ്വർഗാവകാശികളായിത്തീരുന്ന നല്ല ആളുകളുടെ നല്ല ആത്മാവിനെ മലക്കുകൾ മരണസമയത്ത് സഹർഷം സ്വീകരിക്കുന്ന മനോഹരമായ ഗ്രഹം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനവും ശാന്തിയും നേടിയിരിക്കുന്ന ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നിന്റെ റബ്ബിങ്കലേക്ക് മടങ്ങുക, അള്ളാഹുവിങ്കലേക്ക് മടങ്ങുക എന്ന് പറയുകയാണ്. എങ്ങനെയാണ് മടങ്ങുന്നത്? റാദിയത്തൻ മർദിയ. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്താണ് റാദിയത്തൻ മർദിയ എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്വയം സംതൃപ്തരാവുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ ആരാണോ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കേണ്ടവൻ അവൻ നമ്മെക്കുറിച്ച് സംതൃപ്തനാവുകയും ചെയ്യുക. അതാണ് സ്വയം നമുക്കുണ്ടാകുന്ന തൃപ്തിയും നമ്മൾ തൃപ്തിപ്പെട്ട ഒരവസ്ഥയിൽ എത്തിപ്പെടുകയും ചെയ്യുക. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിരിക്കുന്ന നന്മകൾ കൊണ്ട് മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ നമുക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, ഒരു തൃപ്തി, നമുക്ക് സ്വയം നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ചുണ്ടാകുന്ന തൃപ്തി. രണ്ട്, നമ്മുടെ ഈ പ്രവർത്തനം നോക്കുന്ന, നിരീക്ഷിക്കുന്ന, നമുക്ക് പ്രതിഫലം നൽകേണ്ട, അത് സ്വീകരിക്കേണ്ട അള്ളാഹു അത് കബൂലായ നിലയ്ക്ക്, സ്വീകാര്യമായ നിലയ്ക്ക് നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മൾ തൃപ്തിക്ക് വിധേയമാകുന്നു. അതാണ് മർദിയം. ഇത് രണ്ടും ഒത്തുവരിക എന്നുള്ളത് വളരെ പ്രധാനം അറിയിക്കുന്നൊരു കാര്യമാണ്. ഇവിടെയും നമുക്കിത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഭാര്യ വീട്ടിൽ നന്നായിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് തൊട്ട് നോക്കി രുചിച്ച് നോക്കിയപ്പം ഭാര്യയ്ക്ക് തന്നെ തോന്നും, ഉഷാറാക്കി, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റാണ്. അത് കൊണ്ടുവന്ന് വെച്ച് വിളമ്പി തിന്നാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭർത്താവ് പറഞ്ഞു, എന്താ ഇന്ന് സാധാരണ ഇല്ലാത്തൊരു ടേസ്റ്റ്, വളരെ ഉഷാറായിക്കല്ലോ നിൻ്റെ ഭക്ഷണം. അപ്പോൾ ആ കഴിക്കുന്ന ഭർത്താവും കൂടി വളരെ ടേസ്റ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. കാരണം നമുക്കതിന് സ്വയം ഒരു സംതൃപ്തി, നമ്മൾ ആരെ സംതൃപ്തിപ്പെടുത്താനാണോ ഇതുണ്ടാക്കിയത് അയാളും ആ കാര്യത്തെക്കുറിച്ച് സംതൃപ്തരാകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഇതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഒരു തൊഴിലാളി, നമ്മളൊരു തൊഴിലെടുത്തു, നമ്മൾ ജോലി ചെയ്തു, നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞാൻ എടുത്ത പണി ഉഷാറായിക്കുന്ന എനിക്ക് തോന്നാം. അതേസമയത്ത് എന്നെ തൊഴിലെടുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന തൊഴിലുടമ വളരെ ഹാപ്പിയായി, എൻ്റെ പണി ഉഷാറാക്കി, നീ നിൻ്റെ ബാധ്യത കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പുറത്തെട്ടി പറഞ്ഞാലോ, അത് രണ്ടും കൂടി ഒത്തു വന്നാൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവുക. പ്രസംഗിച്ച് തിരിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസംഗം നന്നായിക്ക്. അസ്ലം സാഹിബ് തിരിച്ചു പോകുമ്പം ഒരു ഭംഗി വാക്കാങ്ങായിട്ട് ഉഷാറാക്കി പറയുകയും കൂടി ചെയ്താലോ. അപ്പം അത് രണ്ടും കൂടി ഒത്തുവരുന്ന ഒരവസ്ഥ വല്ലാത്ത ഒന്നാണ്. ഇതിനൊന്നും നമുക്ക് ഉപമിക്കാൻ കഴിയില്ല കേട്ടോ, അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഇത് നമുക്ക് മനസ്സിലാൻ വേണ്ടി ചെറിയ ഉദാഹരണം പറഞ്ഞു തന്നേ. റാദിയത്തൻ മർദിയ എന്നുള്ള വല്ലാത്തൊരു പ്രയോഗം. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മുടെ അമലുകളെക്കുറിച്ച് നമുക്ക് തന്നെ സ്വയം ഒരു സംതൃപ്തി ഉണ്ടാവുകയും നമ്മുടെ അമലുകൾ ഏറ്റെടുക്കേണ്ട, സ്വീകരിക്കേണ്ട, പ്രതിഫലം നൽകേണ്ട അള്ളാഹു നമ്മുടെ പ്രവർത്തനത്തിൽ പൂർണ്ണമായും സംതൃപ്തനായിത്തീരുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനും വലിയ ഒന്ന് നമുക്ക് നേടാനുള്ള സഹോദരങ്ങൾ. റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി. എൻ്റെ ഇഷ്ടദാസന്മാരോടൊപ്പം, സാലിഹ്യങ്ങളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന ആ മനോഹരമായിരിക്കുന്ന രംഗം എത്ര മഹത്തരമാകുന്നു എന്ന് നമ്മൾ മുന്നിൽ കാണുക. എന്തൊരു പ്രവർത്തനത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതിൻ്റെ ലക്ഷ്യം നിർണ്ണയിക്കപ്പെടുക എന്നുള്ളതാണ്. കുറച്ചുകൂടി നന്നാക്കി നമ്മൾ പറഞ്ഞാൽ എന്താ പറയുക, ഗോൾ സെറ്റിംഗ് എന്ന് പറയും. ഗോൾ സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്തൊന്നിൻ്റെയും ലക്ഷ്യം ആദ്യം നിർണ്ണയിക്കപ്പെടണം. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കണം. അപ്പോഴാണ് അത് അർത്ഥവത്തായിത്തീരുന്നത്. ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്താ? നോമ്പിന് മുമ്പ് എല്ലാവരും അലർ റമദാൻ നടത്തുന്നത് നമ്മളെ പള്ളിയിൽ ഒരു അലർ റമദാൻ. അതേ ലക്ഷ്യം വെച്ചാൽ അത് തന്നെ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാകില്ല. അല്ല, ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം നമ്മുടെ മഹലിൽ ഒരാൾക്കെങ്കിലും കിട്ടണം എന്നുദ്ദേശിച്ചാൽ ആ നേട്ടം ഉണ്ടാവും.
അതാണല്ലോ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞത്. തീർച്ചയായും പ്രവർത്തനങ്ങൾ നിയ്യത്തനുസരിച്ച് കൊണ്ടാകുന്നു. അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ദേശാധിഷ്ഠിതമായി തീരുക, ലക്ഷ്യപൂർണ്ണമായി തീരുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? റയ്യാൻ എന്ന വിശിഷ്ടമായിരിക്കുന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുക എന്ന മഹത്തായ ലക്ഷ്യമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ റമദാൻ നടത്തേണ്ട മുന്നൊരുക്കം എന്താണ്? അതിനുവേണ്ടി നമ്മൾ പ്രവർത്തനം നടത്തേണ്ടത് എന്താണ്? അതിനുവേണ്ടി നമ്മൾ തയ്യാറാവേണ്ടത് എന്താണ്? നമ്മൾ മനസാ വാചാ കർമ്മണ ഈ റമദാനിന്റെ സഹർഷം സ്വാഗതം ചെയ്യാൻ ഞാൻ സന്നദ്ധമായിരിക്കുന്നു. കഴിഞ്ഞ 11 മാസക്കാലത്തിനിടയ്ക്ക് എന്നിൽ വന്നിരിക്കുന്ന സകലമാന വീഴ്ചകൾ ഞാൻ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പാതിരാ സമയത്ത് കണ്ണുനീരൊഴുക്കി എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ശാന്തസുന്ദരമായി ഉറങ്ങിക്കിടക്കെ കിടപ്പറയിൽ കിടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെ, ഒരു ജുമാ മുതൽ മറ്റൊരു ജുമാ വരെ എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇബാദത്തുകളുടെ പുണ്യങ്ങളെ കുറിച്ച്. ആ നിലയ്ക്ക് കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ എവിടെയോ കണക്ഷൻ മുറിഞ്ഞു പോയിട്ടുണ്ട്. എവിടെയൊക്കെയോ റേഞ്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ മുറിഞ്ഞു പോയിരിക്കുന്ന കണക്ഷൻ കൂട്ടിച്ചേർക്കുവാനും ആ നഷ്ടപ്പെട്ടു പോയ റേഞ്ച് തിരിച്ചെടുക്കുവാനും ഞാനിതാ സന്നദ്ധമായിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് റമദാനിനെ സഹർഷം സ്വാഗതം ചെയ്യാൻ വേണ്ടി നാം ഒരുങ്ങിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം അതിനുവേണ്ടിയാണ് ഇപ്പോൾ മാനസികമായി സന്നദ്ധമാകേണ്ടത്. ആ നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. ആ മഹത്തായ ഒരു ലക്ഷ്യം നോമ്പ് തുറക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ആ ഒരു ഇബാദത്ത് നല്ല നിലക്ക് പൂർത്തിയാക്കിയതിനുള്ള സന്തോഷമാണ്. അങ്ങനെ ഒരു ഇബാദത്ത്, ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ ഹാപ്പിയാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്കതിലേറെ സന്തോഷമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം ലഭിക്കുന്ന നോമ്പുകാർക്കായി അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗപ്രവേശം നമുക്ക് സാധ്യമായി തീരണം. നമുക്ക് മാത്രം മതിയോ? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അനശ്വരമായ സ്വർഗത്തിലേക്ക് അവർ കടന്നു വരുന്നു. ആരാണ് കടന്നു വരുന്നവർ? സ്വാലിഹീങ്ങളായ സച്ചരിതന്മാരായ സദ്വൃത്തന്മാരായ മാതാപിതാക്കളും ഇണകളും മക്കളും ഒന്നടങ്കം കുടുംബസമേതം സ്വർഗത്തിലേക്ക്. ആ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്നുകൊണ്ട് മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും ബിമ സബർത്തും. നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ശാന്തി സമാധാനം എന്ന ആശീർവാദത്തോടുകൂടി ആ മാലാകമാർ മലക്കുകൾ നമ്മെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പെടുക്കുന്നത് അതിനു വേണ്ടിയാണ്, നമ്മൾ നമസ്കരിക്കുന്നത് അതിനു വേണ്ടിയാണ്, നമ്മൾ ഉറക്കൊഴിക്കുന്നത് അതിനു വേണ്ടിയാണ്, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ്, നമ്മൾ സദഖ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്, നമ്മൾ ദിക്റുകൾ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്, നമ്മൾ ദുആ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. കുടുംബസമേതം സ്വർഗപ്രവേശം, അതായിരിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും മുദ്രാവാക്യം. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മുടെ മാതാപിതാക്കളെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. നമ്മുടെ ഭാര്യമാരെ നമ്മൾ ഉണർത്തേണ്ടി വരും. നമ്മുടെ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടി വരും. അതാണല്ലോ കളിപ്പാട്ടങ്ങൾ കൊടുത്തുകൊണ്ട് പോലും കുട്ടികളെ നോമ്പെടുപ്പിക്കാൻ പ്രവാചകൻ പ്രചോദനം നൽകിയിരുന്നു എന്ന് പറഞ്ഞത്. കാരണം കുട്ടികൾക്ക് അതൊരു ശീലം വരണം ചെറുപ്പത്തിലെ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കുടുംബസമേതം സ്വർഗപ്രവേശം ലഭിക്കുമ്പോൾ ആ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ കൊണ്ട് മലക്കുകൾ പറയും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ശാന്തി സമാധാനം. അത് വല്ലാത്തൊരു വാക്കാണ്. കാരണം ഒരുപാട് പരിഹാസം, ഒരുപാട് കുത്തുവാക്കുകൾ, ഒരുപാട് പ്രതിസന്ധികൾ, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. നല്ല മനുഷ്യനായി ജീവിക്കാൻ എളുപ്പമൊന്നുമല്ല. നല്ലൊരു വേഷം ധരിച്ച് നടക്കാനൊന്നും കഴിയില്ല. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നല്ലൊരു പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. എല്ലായിടത്തും പ്രതിസന്ധികളാണ്. നമ്മുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ആദർശവും നമ്മുടെ സംസ്കാരവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെയൊക്കെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ അചഞ്ചലമായ വിശ്വാസം ആവശ്യമാണ്. ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയെടുക്കുവാനും അതിനനുസരിച്ച് ആദർശമായ വിശുദ്ധിയിലൂടെ ജീവിതത്തെ നയിക്കുവാനും അതിനനുസൃതമായിരിക്കുന്ന ഒരു ജീവിത സംസ്കരണം നിലനിർത്തുവാനും ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധിക്കണം എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയും അതിനുവേണ്ടിയുള്ള പ്രതിജ്ഞയോടുകൂടിയും നമ്മൾ ഈ റമദാനിനെ സ്വീകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി സഹോദരങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. നാഥ, അവിടെ രോഗം നീ ശിഫിയാക്കി കൊടുക്കുകയും അവിടെ ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ.
മാരകമായ രോഗത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ നാടിനെയും ലോകത്തെയും നീ രക്ഷപ്പെടുത്തണമേ. ഈ റമദാനിൽ എത്തിപ്പെടാൻ, അവിടെ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കാൻ ഇനി ഇങ്ങനൊരു അവസരം നമുക്കുണ്ടായിക്കൊള്ളുന്നില്ല. പടച്ചവനെ, കഴിഞ്ഞ വർഷം നോമ്പിലുള്ള പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല. ഈ നോമ്പിലെത്തുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ പ്രസംഗം പൂർത്തിയാക്കി ഞാൻ വീട്ടിലെത്തുമെന്ന് എനിക്കറിയില്ല. കേട്ട നിങ്ങൾ തിരിച്ചെത്തുമെന്ന് എനിക്കറിയില്ല. നാഥ, ഈ റമദാനിലൂടെ ഞങ്ങൾക്ക് പുണ്യം ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. നിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അത് കൂടുതൽ സജീവമായി കൃത്യമായി ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമേ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച മാതിരിയുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകരുതേ നാഥ. പള്ളികൾ തുറന്നു കിടക്കുന്ന, ജമാഅത്തുകൾ സജീവമാകുന്ന, നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായി നടത്താൻ സാധിക്കുന്ന അനുകൂലമായ ഒരു സാഹചര്യം ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കി തരണമേ നാഥ. അവിടെ എത്താനും നാളെ പരലോകത്ത് കുടുംബസമേതം സ്വർഗ്ഗപ്രവേശം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിവാലിദൈനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗ്ഗാറാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ